മാതാപിതാക്കളുടെ വിഷയം എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും? സ്നേഹത്തണലാണ് ഉമ്മ. മാതാപിതാക്കളുടെ വിഷയം എല്ലാ വിഷയത്തിലും ഒന്നുപോലെയല്ലേ? ഉപ്പയും ഉമ്മയും പ്രയാസങ്ങൾ പേറുന്നത് ഒന്നുപോലെയല്ലേ ഉസ്താദേ? പിന്നെ എന്തുകൊണ്ടാ സ്നേഹത്തണലായ ഉമ്മ എന്നുള്ളൊരു പ്രമേയത്തെ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് വളരെ കൂലങ്കശമായി ചിന്തിക്കുന്നവരുണ്ടാവും. ഞങ്ങളും കഷ്ടപ്പെടുന്നവരാ. ഞങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രവാസികളായിട്ട് ഏറെ പ്രയാസങ്ങൾ സഹിച്ച് ചൂടും തണുപ്പൊന്നും നോക്കാതെ, അറബിയുടെ തെറി കേൾക്കാതെ, രാവും പകലും അധ്വാനിച്ച് രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളാക്കിക്കൊണ്ട് പ്രയാസപ്പെട്ട് ഞങ്ങളും ഒരുപാട് പ്രതിസന്ധി തിന്നുന്നവരാ. ഞങ്ങൾക്കും ഒരുപാട് മഹത്വമുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഒരുപാട് മഹത്വമുണ്ട്. അതുതന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാവിനെ പ്രത്യേകമായി പരിശുദ്ധ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്, പടച്ച തമ്പുരാൻ പരിഗണിച്ചിട്ടുള്ളത്, പരിശുദ്ധ റസൂൽ പരിഗണിച്ചിട്ടുള്ളത്, മുൻഗാമികളായ മഹാരഥന്മാരെല്ലാം ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്? സ്നേഹത്തണലാണ് ഉമ്മ എന്ന് കേൾക്കുമ്പോൾ ഒരു ഇമ്പമുണ്ടായാൽ മാത്രം പോരാ. ആ മാതാവിന്റെ വാത്സല്യ പ്രപഞ്ചത്തിലേക്ക് കടന്നു പോവുകയും ആ മാതാവിനെ ഞാനൊന്ന് ചോദിക്കുന്നു, ജീവിതത്തിൽ മുഴുവൻ വാത്സല്യങ്ങളും മുമ്പിൽ നിർത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണെന്നുള്ള നിലയ്ക്ക് ആ പ്രിയപ്പെട്ട മാതാവിന്റെ സുന്ദരമായ വദനത്തിലേക്ക് നിനക്ക് വേണ്ടി ഒരുപാട് കാലം രാപ്പകലുള്ള അധ്വാനിച്ച് ഒരുപാട് ഉറക്കം വിളിച്ച, നിനക്ക് വേണ്ടി ത്യാഗം തിന്ന, നിനക്ക് വേണ്ടി പ്രയാസങ്ങൾ കടിച്ചിറക്കിയ, നീ ഒന്നുണർന്നിരുന്നാൽ ഉറക്കം വരാത്ത പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരല്പസമയം ഒന്ന് സന്തോഷത്തോടെ ഒരു മിനിറ്റ് ഒന്ന് നോക്കിയിരുന്നവരെത്ര പേരുണ്ട്? ബാക്കി പിന്നെ എന്റെ ഉമ്മയാ, എനിക്ക് വേണ്ടി പ്രയാസം സഹിച്ച എന്റെ ഉമ്മ ആവട്ടെ. എന്തുകൊണ്ടായി ഈ പ്രത്യേകത കിട്ടാൻ കാരണം? ഇത്രയും വലിയ അടുപ്പം ഏറ്റവും കൂടുതൽ വേണമെന്ന് പറയാനുള്ള കാരണം എന്റെ കീശയിൽ നിന്നും പറഞ്ഞതല്ല. ഞാൻ കേവലം പരാമർശത്തിൽ, എന്റെ പരാമർശമല്ല, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മുത്തിന്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ, അമിനാന്റെ മുത്തുമോന്റെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വരികയാ. ഒരു മനുഷ്യന് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, പുന്നാര നബിയേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എനിക്കൊരു വിഷയത്തെ സംബന്ധിച്ചറിയാനുണ്ട്, ഒരു വിഷയം എനിക്കൊന്ന് ചോദിച്ചറിയാനുണ്ട്. യാ ഹബീബല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പലരോടും കടമകളും കടപ്പാടുകളും നിർവഹിച്ചു പോരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പലരും ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരോടാ? ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ കടമയും കടപ്പാടും കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? യാ റസൂലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോടാ, ലോകത്തിന്റെ ഏറ്റവും വലിയ അധ്യാപകനോടാ, ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നത സൃഷ്ടിയോടാ ചോദ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ മറുപടി അതാ ഉടൻ തന്നെ വരികയാ, ചിന്തിക്കാതെ വരികയാ, കൂടുതൽ ആലോചിക്കാതെ മുത്തു റസൂല് പറയുക, ഉമ്മുക്കാ, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ. ഈ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ, ഈ മറുപടി അങ്ങ് കേട്ടപ്പോ ഈ മനുഷ്യനതാ പിന്നെ ഒന്ന് ചോദിക്കുന്നു, ഓക്കെ, ഒന്നാം തവണ എന്റെ ഉമ്മയോടാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ പരിഗണിക്കുന്നു, എനിക്ക് രണ്ടാമതൊരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുണ്ട് യാ റസൂലല്ലാഹ്. രണ്ടാമതെന്റെ കടമയും കടപ്പാടും കൂടുതൽ നിർവഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത് ആരോടാണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് മണികൂടാതെ ഉത്തരം കൊടുക്കുന്നു, ഖാല ഉമ്മുക്കാ, രണ്ടാം തവണയും പ്രിയപ്പെട്ട നിന്റെ ഉമ്മയോടാണെന്ന് പറയുകയാ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ. രണ്ട് തവണയും പറഞ്ഞപ്പോൾ മൂന്നാം തവണ ആരോടാണെന്ന് ചോദിക്കുമ്പോൾ തദൈവ, മറുപടി അതുപോലത്തെ മറുപടി തന്നെ. മൂന്നാം തവണയും പറയുന്നു, നിന്റെ സ്നേഹത്തണലായ ഉമ്മയോടാ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാ പൊന്നുമോനെ എന്ന്. ആ ചോദ്യം
ചോദ്യം കൊണ്ടുവന്ന് ചോദിച്ചൊന്ന് കൊണ്ടുവന്ന അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇതാ ജിജ്ഞാസയോടെ നിന്ന മനുഷ്യനോട് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നു, മൂന്നാമത് തവണയും പറയുന്നു നിന്റെ ഉമ്മയോടാ, 3 തവണയും നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ എന്ന് പറഞ്ഞപ്പോ 4ാം തവണ ഒരു അന്വേഷണം നടത്തുമ്പോ 4ാം തവണയാണ് ആരംഭപ്പൂവേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല അബൂക, അള്ളാന്റെ റസൂലിന്റെ പരാമർശത്തെ മുൻനിർത്തിക്കൊണ്ടാ പറയുന്നത്. 3 തവണ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ ഉമ്മയോട് വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയത്തൊന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യരോട് മുഴുവനും പറയുന്നു, കേവലം മനുഷ്യർ, കേവലം എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസികളോട് മാത്രമല്ല. ഖുർആന്റെ പദപ്രയോഗം, ലോകത്തിലെ ഏറ്റവും വലിയ സഹിഷ്ണുതയുള്ള മതമുണ്ടല്ലോ, മതഗ്രന്ഥമുണ്ടല്ലോ, സാവർത്തിത്വം വിളമ്പുന്ന ഗ്രന്ഥമുണ്ടല്ലോ, സ്നേഹത്തിന്റെ ഒരുപാട് തണലിലൂടെ ലോക ജനതയെ കൊണ്ടുപോയ ഗ്രന്ഥമുണ്ടല്ലോ, സഹവർത്തിത്വത്തിലൂടെ പരസ്പര സ്നേഹത്തിലൂടെ സൗഹാർദ്ദത്തിലൂടെ മാനവ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഗ്രന്ഥമുണ്ടല്ലോ. ആ ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. മനുഷ്യരോട് മുഴുവൻ, അവൻ ഏത് മതക്കാരനാകട്ടെ, അവൻ മുസൽമാനാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ബുദ്ധനാകട്ടെ, ജൈനനാകട്ടെ, സിഖാകട്ടെ, ഏതൊക്കെ മതത്തിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാകട്ടെ, മതമില്ലാത്ത നിരീശ്വരവാദിയാകട്ടെ, ഒരു പെറ്റ തള്ളയവനുണ്ടെങ്കിൽ മറന്നു പോകണ്ട, അവനെ പോറ്റി വളർത്തുന്ന ഒരു പിതാവ് അവനുണ്ടെങ്കിൽ മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസിയ്യത്ത് ചെയ്യുകയാ പടച്ച തമ്പുരാന് അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കാര്യത്തിൽ അവനൊന്ന് ശ്രദ്ധിക്കണേ. കേവലം മനുഷ്യ മാതാക്കൾക്ക് മാത്രമല്ല മഹത്വമുള്ളത്, മനസ്സിലായിക്കളെ. കേവലം മനുഷ്യ മാതാക്കൾക്ക് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാം മഹത്വം കൽപ്പിച്ചിട്ടുള്ളത്. ലോകത്തിലുള്ള മുഴുവൻ ജന്തുക്കളുടെയും, മുഴുവൻ പക്ഷികളുടെയും, പറവകളുടെയും മുഴുവൻ മാതാക്കൾക്ക് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച മഹത്വത്തിന്റെ ഉന്നത സ്ഥാനീയനായ മഹനീയനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു വേടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് വരിക. വേടന്റെ കയ്യിൽ ഒരു പ്രാകൃത വേഷം ധരിച്ചു കൊണ്ടുവരുന്ന വേടന്റെ കയ്യിൽ ഒരു ചെറിയ ഒരു കിളി, ഒരു കുഞ്ഞി കിളി, ഇങ്ങനെ ആ കട്ടിയുള്ള തഴമ്പുള്ള കരങ്ങൾ കൊണ്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ വേടൻ പറയുന്നു, നബിയേ, എന്റെ കിളി കണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ കരന്നുകൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കപ്പെട്ട കിളിയാണ്, കുഞ്ഞു കിളിയാണ് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, പൊന്നുമോനെ, എവിടെ നിന്ന് കിട്ടി കുഞ്ഞു കിളി? ഉടൻ തന്നെ വേടൻ പറയുകയാണ്, ആ കാണുന്ന വൃക്ഷം കണ്ടോ, അതിന്റെ ശിഖരം കണ്ടോ, ആ ശിഖരത്തിലുള്ള ഒരു കൂട് കണ്ടോ, ആ കൂട്ടിൽ നിന്നും ഞാൻ എടുത്തതാണ് യാ റസൂലല്ലാഹ് എന്ന് ആ വേടം പറയുമ്പോ മുത്തുനബിയുടെ 2ാമത്തെ ചോദ്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാ, നീ ആ കുഞ്ഞു കിളി ആ കൂട്ടിൽ നിന്നും അപഹരിച്ചെടുത്തപ്പോ അതിൽ തള്ളക്കിളിയില്ലായിരുന്നോ, അമ്മക്കിളിയില്ലായിരുന്നോ, അതിന്റെ മാതാവ് ആ കൂട്ടിലില്ലായിരുന്നോ? മാതാവിന്റെ വേദനയും വേർപാടും വിലാപവും വിഷമവും വിരിമാറിലുള്ള വേദനയും അറിയാവുന്ന അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ കേവലം മനുഷ്യ മാതാക്കൾക്ക് മാത്രമല്ല മഹത്വം കൊടുത്തിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, മുട്ടയിട്ട് വിരിഞ്ഞു കൊണ്ടുപോകുന്ന, വിരിയിച്ചുകൊണ്ട് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ അമ്മക്കിളിയാകുന്ന കിളിക്ക് അതാ പ്രിയങ്കരനാണ് തന്റെ കുഞ്ഞിക്കിളി. അതറിയാവുന്ന അല്ലാഹുവിന്റെ റസൂൽ വേടനോട് ചോദിക്കുന്നു, നീ ആ കൂട്ടിൽ നിന്നും എടുക്കുമ്പോൾ തള്ളക്കിളിയില്ലായിരുന്നോ മോനെ? ഉടൻ തന്നെ ഈ വേടം പറയുകയാ, യാ
റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഞാൻ ആ കൂട്ടിൽ നിന്നും ഈ കിളിയെ അപഹരിച്ചെടുക്കുമ്പോ ഞാൻ ഇതിനെ എടുക്കുന്ന സമയത്ത് അമ്മക്കിളിയില്ലായിരുന്നു, തള്ളക്കിളിയില്ലായിരുന്നു, ഈ കിളിയുടെ മാതാവ് അവിടെ ഇല്ലായിരുന്നു. ഞാൻ ആ കിളിയുമായിട്ട് പുറത്തേക്ക് കടന്നു വരുമ്പോ, ഞാൻ ശിഖരങ്ങളിൽ ചവിട്ടി താഴേക്ക് ഇറങ്ങി വരുമ്പോ എവിടെ നിന്നോ കരഞ്ഞുകൊണ്ട് ചിറകടിച്ചു വരുന്ന അമ്മക്കിളിയെ ഞാൻ കണ്ടു. എന്റെ അടുക്കലേക്ക് കരഞ്ഞും കൊണ്ടുവന്നു. യാ റസൂലല്ലാഹ് ഞാൻ വിട്ടുകൊടുത്തില്ല യാ ഹബീബല്ലാഹ്, ഞാൻ വിട്ടുകൊടുത്തില്ല യാ റസൂലല്ലാഹ്. ഈ കുഞ്ഞിക്കിളിയുമായി താഴെ ഇറങ്ങി വന്നപ്പോൾ എന്നെ കൊത്താൻ വന്നു, എന്നെ ആക്രമിക്കാൻ വന്നു. എങ്ങനെങ്കിലും എന്റെ കയ്യിലുള്ള കുഞ്ഞിക്കിളിയെ തട്ടിയെടുക്കാൻ അമ്മക്കിളി പഠിച്ച പണി 18 നോക്കി, പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അമിനാന്റെ മുത്തിന്റെ സുന്ദരവദനത്തിലേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടുള്ള മറുപടിയാ. എന്താണ് ഹബീബായ നബി തങ്ങൾ വേണനോട് ചോദിക്കുന്നതെന്നറിയുമോ? ലോകത്തിന്റെ വിരിമാറിൽ വലിയ വലിയ അക്ഷരത്താളുകളിൽ അക്ഷരങ്ങളായി എഴുതി വെക്കാനുള്ളതാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാ, അമ്മക്കിളിയിൽ നിന്നും ഈ കുഞ്ഞിനെ വേർപെടുത്തുന്നു. പൊന്നുമോനെ, അമ്മക്കിളിയുടെ വിലാപം നീ മനസ്സിലാക്കുന്നില്ലേ? അമ്മയുടെ ദുഃഖം നീ അറിയുന്നില്ലേ? അത് വല്ലാത്ത വേദനയാണെന്ന്, ഈ ലോകത്തിലുള്ള എളിയ സൃഷ്ടിയാണെന്ന് നമ്മളൊക്കെ കണക്കാക്കുന്ന കിളിയുടെ മാതാവിന് പോലും മഹത്വം പഠിപ്പിച്ച പ്രവാചക പുങ്കവർ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ പറയുന്നു, മുഴുവൻ മനുഷ്യ മാതാക്കളോടും മതമേതുമാകട്ടെ മനുഷ്യ മാതാക്കളോടും വളരെ ഗൗരവത്തിൽ നിങ്ങൾ വർദ്ധിച്ചു കൊള്ളണം ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ അവിടെ നിർത്തിയില്ല. എന്താ പറയുന്നത്? ഇനി എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത്? മാതാവിന് ഇത്രയും പ്രത്യേകത കൊടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വിഷയം വിട്ടുപോകും. പരിശുദ്ധമായ ഖുർആൻ അവിടെ പറഞ്ഞു നിർത്തിയില്ല, ചേർത്ത് പറയുകയാ. മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം അതാ ചേർത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്നെ ഗർഭം ചുമന്നതാ, നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്നെ ഗർഭം ചുമന്നതാ. വഹിനൻ അലാ വഹിൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസമാ, പ്രതിസന്ധിയുടെ മേൽ പ്രതിസന്ധിയാ, പ്രയാസങ്ങളുടെ മേൽ പ്രയാസമാ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പോരാ വഫിസാലുഹു ഫീ ആമൈൻ, 2 വർഷം നിനക്ക് ലോകത്തിലെ ഏറ്റവും അമൂല്യമായ അമൃതിനേക്കാൾ ടേസ്റ്റുള്ള രുചിയുള്ള ആ അമൂല്യമായ മുലപ്പാൽ തന്ന് 2 വർഷം നിന്നെ പോറ്റിയപ്പോ ഉമ്മാനെ പ്രത്യേകം പരിഗണിക്കണേ എന്നുള്ളതൊരു ഖുർആനിൽ തരുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കണേ. കേവലം പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചത് കൊണ്ടായില്ലല്ലോ അവരുടെ മഹത്വത്തിനോടടുക്കാൻ നമുക്ക് പറ്റുമോ? പ്രിയപ്പെട്ട പിതാക്കളെ, നിങ്ങളുടെ നിലവാരത്തെ ഞാൻ താഴ്ത്തിയിറക്കുകയല്ല, നിങ്ങളെ മാറ്റി നിർത്തുകയല്ല, നിങ്ങളുടെ മഹത്വത്തെ കുറച്ചു കാണുകയല്ല. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഏതെങ്കിലും പ്രസവിച്ച പിതാക്കന്മാരുണ്ടോ? പാല് കൊടുത്ത പിതാക്കന്മാരുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗർഭം ചുമന്ന പിതാക്കന്മാരുണ്ടോ? ഒരിക്കലും ഇല്ല. വല്ലാത്ത പ്രയാസ പ്രതിസന്ധികൾ സഹിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ പോറ്റി വളർത്തിയത്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ ഒന്നാമത്തെ ദറജാ നിനക്കുള്ളത്. നിന്റെ കടമയും കടപ്പാടും ഒന്നാമത് നിന്റെ ഉമ്മയോടാ, രണ്ടാമത് നിന്റെ ഉമ്മയോടാ, മൂന്നാമത് നിന്റെ ഉമ്മയോടാ, 4ാം തവണയാണ് നിന്റെ ഉപ്പയോട്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഉമ്മയും ഉപ്പയൊക്കെ നമ്മൾ വിചാരിക്കുന്നു ഉമ്മാന്റെ കയ്യിൽ നമ്മളെ കിട്ടിയപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഉമ്മാന്റെ കയ്യിൽ നമ്മളെ കിട്ടിയപ്പോഴാണ് നമ്മൾ ആ ചോര കുഞ്ഞായിട്ട് ഉമ്മാന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് നമ്മളെ ഉമ്മ സ്നേഹിച്ചു തുടങ്ങിയത്.
എന്നാ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ തെറ്റിദ്ധാരണയല്ലേ. നാം മനസ്സിലാക്കണം, നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ എപ്പോഴാ സ്നേഹിച്ചു തുടങ്ങിയത്? വിവാഹത്തിനു ശേഷം തുച്ഛമായ നാള് കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ, വിരുന്നിന് പോകുമ്പോൾ, സൽക്കാരത്തിന് പോകുമ്പോൾ, കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാ ഉമ്മമാരോടും ചോദിച്ചിട്ടുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, വിശേഷം വല്ലതും ഉണ്ടോ മോളെ? ആര്? കൂട്ടുകാരികൾ ചോദിക്കും, പ്രിയപ്പെട്ടവര് ചോദിക്കും, പലരും ചോദിക്കും, വിശേഷം വല്ലതും ഉണ്ടോ? ഒരു ചെറിയ പുഞ്ചിരിയോടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ പങ്കിടുമ്പോൾ ബിരുദന്മാര് ചിലപ്പോ പിതാക്കന്മാരോട് ചോദിക്കും, ഫൗണ്ടേഷൻ വല്ലോ ഇട്ടോ, എന്തെങ്കിലും അടിസ്ഥാനം ആധാരശില ഇട്ടോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ എന്തെങ്കിലും കൊട്ടേഷൻ തിരിച്ചു പറയും. പക്ഷേ പ്രിയപ്പെട്ട ഉമ്മാന്റെ മനസ്സ് ആ സമയം തന്നെ തളിരിടുകയാണ്, സന്തോഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബീജത്തുള്ളി രക്തക്കെട്ടയാവുമ്പോൾ തന്നെ ആ സമയം പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രയാസങ്ങൾ തുടങ്ങുകയാ. കേവലം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ മാത്രമല്ല, നമ്മളെ സ്നേഹവാത്സല്യത്തോടെ കാണാൻ തുടങ്ങുന്നതെന്ന് ഓർക്കണേ. വളരെ ശ്രദ്ധിച്ച യാത്രയുള്ള യാത്ര ചെയ്യാൻ കുറച്ചു നാളത്തേക്ക് പിന്നെ യാത്ര ചെയ്യൂല, റെസ്റ്റാണ്. വളരെ ഗൗരവത്തോടെ മുന്നോട്ട് പോകും. വെയിറ്റുള്ള വസ്തു ഒന്നും എടുക്കൂല. വെള്ളം എടുക്കാൻ ഞാൻ എടുത്തോളാം, നിനക്കൊക്കെ പറ്റിയ പണി ഞാൻ പറഞ്ഞ അങ്ങോട്ട് മാറുന്നില്ല മോളെ, കസേര വലിച്ചു. എപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ പരിഗണിക്കാൻ തുടങ്ങിയത്? പടച്ച തമ്പുരാന് പ്രിയപ്പെട്ട ഉമ്മയോട് കാണിക്കുന്ന വല്ലാത്ത ക്രൂരത പൊറുക്കുമോ? കാരണം ഏതൊരു പാപമാണെങ്കിലും മറന്നു പോകേണ്ട പടച്ച തമ്പുരാന് പരലോകത്തേക്ക് അത് മാറ്റിവെച്ച് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യുമെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മാനോടുള്ള, പ്രിയപ്പെട്ട ഉപ്പാനോടുള്ള, വിശിഷ്യ ഉമ്മാനോടുള്ള പൊരുത്തക്കേടുണ്ടല്ലോ, അവരുടെ ഒരൊറ്റ കണ്ണുനീര് നീ കാരണം വീണിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ദുനിയാവിൽ നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് കണക്ക് ചോദിച്ചിട്ടല്ലാതെ നിന്റെ റൂഹിനെ പിടിക്കൂല. പൊന്നുമോനെ, പൊന്നുമോള്, മറന്നു പോകണ്ട നിന്റെ സ്വർഗ കവാടമാ പ്രിയപ്പെട്ട സ്നേഹത്തനലായ ഉമ്മ. പിന്നെയോ സുബ്ഹാനല്ലാഹ്, പട്ടിണി കിടക്കുക, നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഛർദി. പല ഭക്ഷണവും ആവശ്യമാണ്, പക്ഷേ നിനക്ക് വേണ്ടി പട്ടിണി കിടക്കുകയാണ് പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ. നിനക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ തുടങ്ങുകയാണ്. വെള്ളം കുടിച്ചാലും ഛർദിക്കുന്നു, ജ്യൂസ് കുടിച്ചാലും ഛർദിക്കുന്നു, ഇളനീര് കുടിച്ചാലും ഛർദിക്കുന്നു. പ്രയാസങ്ങൾ പേറാൻ തുടങ്ങിയത് എപ്പോഴാ? നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയെക്കാളും പ്രയാസങ്ങൾ എത്രയോ പേര് നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മയുടെ സ്വന്തം ശരീരത്തിന്റെ മറ്റേതെങ്കിലും അവയവങ്ങൾക്ക് എന്ത് കുഴപ്പം പറ്റിയാലും ഇല്ലാത്ത പ്രയാസം നീ ആ ഗർഭഗൃഹത്തിൽ നിന്ന് സൂക്ഷിക്കുമ്പോൾ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവോ? നിനക്കെന്തെങ്കിലും പ്രയാസം വരുവോ? നിനക്കെന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മമാര് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ സമയം പോരാ. കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോ അല്ലേ, കുറച്ചൊരു 3-4 മാസമൊക്കെ ആകുമ്പോഴേക്ക് റൂഹ് ഊതുകയാണ്. നമ്മൾ മറന്നിട്ടുണ്ടാവും, പക്ഷെ ഉമ്മമാർക്ക് മറക്കാൻ പറ്റൂല. നമുക്ക് ഓർമ്മയുണ്ടാകൂല, പക്ഷേ പ്രിയപ്പെട്ട ഉമ്മാന് മറക്കാൻ പറ്റൂല. 4 മാസം ആകുമ്പോൾ എന്ത് സന്തോഷമാണ്! ഇത്രയും നാളില്ലാത്ത സന്തോഷം. ഉറങ്ങൂല. ഭർത്താവിനോട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ ഉച്ചയ്ക്ക് ഒരു ചെറിയ അനക്കമുണ്ടായി, അൽഹംദുലില്ലാഹ് നിന്നെ കുറിച്ചുള്ള ചർച്ച തുടങ്ങി. നിന്നെ സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങിയ പ്രിയപ്പെട്ട മാതാ, എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും സന്തോഷം കൊണ്ട് ഉറക്കം വരുന്നില്ല. കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ അനക്കം ഇല്ലാതെ വന്നാൽ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഗർഭാശയത്തിൽ രൂപപ്പെട്ടു വരുന്ന സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റൂഹിനെ സന്നിവേശിപ്പിച്ചതിനു ശേഷം ഒരു ദിവസവും നനങ്ങിയില്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെ, കണക്കൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാം, ഇല്ല, രാവിലെ മുതൽ ഉച്ചവരെ ഒന്ന് അനങ്ങിയില്ലെങ്കിൽ പ്രയാസപ്പെടുകയാണ്.
ബേജാറ് വരികയാ. വൈകുന്നേരം വരെ ആകുമ്പോഴേക്ക് അനങ്ങിയില്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കുകയാ. കാര്യം വലിയ വല്ലാത്ത ബേജാറിലാണ്. ഇന്ന് അനക്കം ഉണ്ടായിട്ടില്ല, എനിക്ക് പേടിയാകുന്നു, പ്രയാസമാകുന്നു. എന്നെയും നിങ്ങളെയും സംബന്ധിച്ചുള്ള ചിന്ത, പ്രിയപ്പെട്ട ഉമ്മാന്റെ കരളലിഞ്ഞു പോകുന്ന ചിന്ത, പ്രിയപ്പെട്ട ഉമ്മാന്റെ പ്രയാസം. ഉമ്മ കണ്ണുനീരോടെ പ്രിയപ്പെട്ട ഉപ്പയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉപ്പ ഓടി വരികയാ, അതാ കടന്നു പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയിട്ട് സെർച്ച് ചെയ്ത് ട്രീറ്റ് ചെയ്ത് സ്കാൻ ചെയ്തുകൊണ്ട് ഡോക്ടർമാര് പറയുന്നു, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. കണ്ണുനീർ സന്തോഷത്തില്ല, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ തുടച്ചിട്ട് അൽഹംദുലില്ലാ, നമ്മളും പറയും അൽഹംദുലില്ലാ. പക്ഷേ പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ അൽഹംദുലില്ലായേക്കാളും വലിയ പവറാണ് ഉമ്മാന്റെ അൽഹംദുലില്ലാ. കാരണം നമ്മളെ പേര് നടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിനക്കായി ക്ലേശങ്ങൾ എന്ത് സഹിച്ചതാ, അതുപോലെ തന്നെ അവരെന്ത് ദുഃഖം തിന്നതാ. ഒരുപാട് ദുഃഖം തിന്നവരാണവർ. അതുപോലെ പ്രിയപ്പെട്ട പിതാവിന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. ഓർക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പിന്നെ അങ്ങോട്ടുള്ള സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾ. എന്നെയും നിങ്ങളുടെയും ചിന്തയാണ് കൂടെ കൂടെ. നമ്മുടെ മുഖം കണ്ടിട്ടില്ല, നമ്മുടെ ആ ഇളം നല്ല മുഖം കണ്ടിട്ടില്ല, കുഞ്ഞു കൈകാലുകൾ കണ്ടിട്ടില്ല, പുഞ്ചിരി തൂകുന്ന മുഖം കണ്ടിട്ടില്ല, നമ്മുടെ ശരീരം കണ്ടിട്ടില്ല. നമ്മളെ കാണാതെ സ്നേഹിച്ചു തുടങ്ങുന്ന സ്നേഹത്തണലായ ഉമ്മ, നമ്മളെ ഒരു നോക്ക് കാണാതെ നമ്മളെ വാത്സല്യിച്ചു തുടങ്ങുന്ന, നമുക്ക് വാത്സല്യം തരുന്ന പ്രിയപ്പെട്ട ഉമ്മ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ രക്തമല്ലേ പൊന്നുമോനെ നിന്റെ ശരീരത്തിലൂടെ ഓടിയിരുന്നത്. കടമ എത്രയാ, കടപ്പാട് എത്രയാ, പറഞ്ഞാല് തിരുവോ, പറഞ്ഞാല് തിരുവോ. എത്ര പ്രഭാഷണങ്ങളിലൂടെ പ്രതിപാദിച്ചാലും അതിന്റെ പരമാർത്ഥത്തിന്റെ ആഴിയിലൂടെ കടന്നുപോയി അതിന്റെ പൂർണ്ണതയിലെത്താൻ പറ്റുമോ? ഇല്ല, ഇല്ല. ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ രക്തമല്ലേ നിന്റെ രക്തം മറന്നു പോകണ്ട. നിനക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് നിന്റെ ഉമ്മയാ, നിനക്ക് വേണ്ടി വെള്ളം കുടിക്കുന്നത് നിന്റെ ഉമ്മയാ, നിനക്ക് വേണ്ടി വിസർജിക്കുന്നത് നിന്റെ ഉമ്മയാ. ഒന്നോർത്തു നോക്ക്, ഓർത്തു നോക്ക്. ഉമ്മ നീ വളർന്നു വരുമ്പോ നേരെ കിടക്കാൻ പറ്റുന്നില്ല, ചരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, മലർന്നു കിടക്കാൻ പറ്റുന്നില്ല, കമഴ്ന്നു കിടക്കാൻ പറ്റുന്നില്ല. ഉപ്പ നല്ല കൂർക്കം വലിച്ചുറങ്ങുമ്പോ ഉമ്മ നിന്നെ പേടിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് വിചാരിച്ചു എത്രയോ രാവുകൾ നിന്നെ കാണുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഹൃദയം വേദനിച്ചുകൊണ്ട് എത്രയോ രാവുകൾ ഉറക്കമുളച്ചിട്ടുണ്ട്. മറന്നു പോകണ്ട. ആ ഉറക്കമുളച്ച കണ്ടടങ്ങളിൽ നിന്നും ഒരിറ്റു കണ്ണുനീര് നീ വീഴ്ത്തിയാലുണ്ടല്ലോ, ആ കണ്ണിന്റെ തുള്ളിനീര് താഴെ വീണാലുണ്ടല്ലോ, ആ കണ്ണീര് നിന്റെ ജീവിതം എത്ര വലിയ ജീവിതമാണെങ്കിലും ആ ജീവിതത്തെ വെണ്ണീരാക്കി കളയും പ്രിയപ്പെട്ടവര്. ആ ജീവിതത്തെ വെണ്ണീരാക്കി കളയും പ്രിയപ്പെട്ടവര്. ആ ജീവിതത്തെ ഭസ്മമാക്കി കളയും പ്രിയപ്പെട്ടവര്. അറിയണേ. പിന്നെ പ്രസവത്തിലേക്ക് വരുമ്പോ ഇതൊക്കെ ഒരു ദിവസം ഇത് മാത്രം പറയണം, സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. പ്രസവത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നെയും നിങ്ങളെയും പ്രസവിക്കാൻ പോകുന്ന നേരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളും ഉള്ളവരും പുറത്തുള്ളവരും സ്ത്രീകളെല്ലാം പുരുഷന്മാരൊക്കെ ഉറച്ചൊന്ന് സ്വലാത്ത് ചൊല്ലിയേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഉണ്ടാകണം ഈ ഊർജവും ഈ ഊക്കും ഈ തന്റെ എപ്പോഴും ഉണ്ടാവണം. ഇടക്കിടക്ക് ഇങ്ങനെ മരുന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ സമയം നിങ്ങൾ കളയരുത്, മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകുകയും അരുത്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ പേറിയ പ്രയാസമുണ്ടല്ലോ, പ്രസവിച്ച വേദനയുണ്ടല്ലോ, ആ വേദനയെ സംബന്ധിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ എന്താ പഠിപ്പിച്ചതെന്നറിയുമോ? മരണവേദന കഴിഞ്ഞാൽ രണ്ടാമത്തെ വേദന ഉമ്മ നിന്നെ പേറി നടന്നിട്ട് പ്രസവിക്കുന്ന വേദനയുണ്ടല്ലോ, ഉമ്മ സഹിക്കുന്ന വേദനയുണ്ടല്ലോ, ഉമ്മ സഹിക്കുന്ന വേദനയുണ്ടല്ലോ, കടിച്ചിറക്കുന്ന വേദനയുണ്ടല്ലോ. ആ ഉമ്മാനോട്
ഉമ്മാനോടൊരു കടലാസ് കൊടുത്തിട്ട് ആ വേദന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉമ്മാടെ കരച്ചിലല്ലാതെ മറുപടിയില്ല. കടലാസിൽ എഴുതാൻ പറ്റൂല, ഒരു കടലാസിലും എഴുതാൻ പറ്റൂല. ആ വേദന എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റൂല, ആ വേദന എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റൂല, ആ വേദന എങ്ങനെയാണെന്ന് ആവിഷ്കരിക്കാൻ പറ്റൂല. നെറികെട്ട സംസ്കാരം സിനിമാ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ മാതൃത്വത്തിന്റെ മാതൃകാപരമായിട്ടുള്ള ഏറ്റവും മഹത്വമേറിയതായ പ്രസവമുണ്ടല്ലോ, അത് മറ്റുള്ളവരെല്ലാം കാണുന്ന രൂപത്തില് അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്ന വല്ലാത്ത കാലമായി പോയി. ആ മാതാവിന്റെ മഹത്വത്തെ ലോകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്ന കാലഘട്ടമാ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത്. ആ മാതാവിന്റെ മഹത്വരമാറുന്ന പ്രസവം ലോകർക്ക് കാഴ്ചവെക്കുന്ന വല്ലാത്ത അപകടകരമായ അബദ്ധസഞ്ചാരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് അന്ത്യനാളിന്റെ അടയാളമല്ലേ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ? ആ മാതാവ് അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും കുറച്ച് വേദനയുള്ളൂ. ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയുവോ? സയൻസ് പറയുന്നത് എന്താണെന്നറിയുവോ? 20 എല്ലുകൾ ഒന്നിച്ചൊടിയുന്ന വേദനയുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന്റെ 20 എല്ലുകൾ ഒന്നിച്ചൊടിച്ചാൽ എത്ര വേദനയുണ്ടാകും? അതിനോളമുള്ള വേദനയാണ് പ്രിയപ്പെട്ട മാതാവ് നമ്മളെ പ്രസവിച്ചപ്പോൾ അനുഭവിച്ച വേദന എന്ന് ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് വേണ്ടി ഒരു 10 ആളിനോട് പറയാതൊരു സമാധാനം കിട്ടില്ല. വിരളിനൊരു വേദന, വിരളിനൊരു വേദന, മുട്ടിനൊരു വേദന, കാലിനൊരു വേദന, ഇവിടെ ഒരു വേദന, ഇവിടെ ഒരു വേദന. അള്ളാഹു എല്ലാ വേദനകളെയും മാറ്റി തെരുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേവലം വളയുന്നതോ ചരിയുന്നതോ ആയ വേദനയല്ല, 20 എല്ലുകൾ ഒരുമിച്ച് ഒടിയുന്ന വേദന. എത്ര വേദന സഹിച്ചിട്ടാ നമ്മെ പ്രസവിച്ച സമയത്ത് നമ്മുടെ മാതാവ് സഹിച്ച വേദനയുണ്ടല്ലോ. മറന്നുപോകണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ വേദനയുടെ പകരം കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിലും ഒരു നോട്ടുകെട്ടുകൾക്കും കഴിയൂല, ഒരു പണക്കിഴികൾക്കും കഴിയൂല, ഒരു പണത്തിന്റെ പവറിനും കഴിയൂല. അതിന് പകരം ഒരു പ്രപഞ്ചത്തിലൊന്നുമില്ല. മാതാവ് സഹിച്ച വേദനയ്ക്ക് നമുക്ക് വേണ്ടി സഹിച്ചാവല്ലാത്ത പ്രയാസത്തിന് മാതാക്കളോടൊന്ന് ചോദിച്ചു നോക്കൂ, ഉമ്മ നിങ്ങൾ വല്ലാതെ വേദന സഹിച്ചുകൊണ്ടാണ് എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്, ഞാൻ പിറവിയെടുത്തിട്ടുള്ളത്. പക്ഷേ അതിനോളമുള്ള എന്തെങ്കിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുപോലുള്ള എന്തെങ്കിലും സന്തോഷം, ആ വേദനയുടെ രൂപത്തിലുള്ള എന്തെങ്കിലും അതിനെ മറികടക്കുന്ന, അതിന് ഈക്വലായിട്ടുള്ള സമമായിട്ടുള്ള എന്തെങ്കിലും സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പറയുന്നൊരു മറുപടി ഒന്ന് പഠിച്ചു വെച്ചോ. ഞാൻ 20 എല്ലൊടിയുന്ന മരണം കഴിഞ്ഞുള്ള രണ്ടാമത്തെ വേദനയാകുന്ന പറയാന് പറ്റാത്ത, പ്രവചിക്കാന് പറ്റാത്ത, പറഞ്ഞു പരിചയപ്പെടുത്താൻ പറ്റാത്ത പ്രയാസം സഹിച്ചുകൊണ്ട് എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോളെ, നീ പുറത്തേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഇത്രയും കാലം എന്റെ ശരീരത്തിന്റെ അവയവത്തെക്കാൾ വളരെ പരിരക്ഷിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച, നിധി പോലെ കാത്തു സൂക്ഷിച്ച എന്റെ പൊന്നുമോനെ, നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ. പൊന്നുമോളെ, നിന്റെ മുഖം ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ. അതും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റൂല പൊന്നുമോനെ, അതിനെക്കുറിച്ചും പറയാൻ പറ്റൂല പൊന്നുമോളെ. ആദ്യമായിട്ട് എന്റെ അമൃതാകുന്ന മുലപ്പാല് പൊന്നുമോനെ നിനക്ക് തന്നപ്പോൾ, നിനക്കത് ഞാൻ പാലോട്ടിയപ്പോൾ, മുലയോട്ടിയപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം ഒരു ഇലക്ട്രിക് വേവ് പോലെ, ഒരു വൈദ്യുത തരംഗം പോലെ ഞാൻ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ചേർത്ത് വെക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അതും പറയാൻ പറ്റൂല എന്ന് മാതാക്കൾ മറുപടി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പകരം കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ കടമയുടെ വിഷയത്തിൽ, കടപ്പാടിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അനുവദിച്ചു കൊടുത്തപ്പോ സംശയം തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗൗരവത്തോടെ ചിന്തിച്ചോ. കേവലം ചെറിയ വേദനയല്ല സഹിച്ചിട്ടുള്ളത്, കേവലം ചെറിയ പ്രയാസമല്ല അവർ പേറിയിട്ടുള്ളത്. അല്ലാഹുവേ, അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്.
അവരുടെ മഹത്വം നീ വർദ്ധിപ്പിക്കണേ അല്ലാ, അവരുടെ പാപം നീ പൊറുക്കണേ അല്ലാ. നിർബന്ധമായിട്ടും അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കടമയാണ് ഏൽപ്പിച്ചത്. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കടമ. എന്താണ് ആ കടമ? ആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. വെറുതെ അല്ല പറഞ്ഞത്. പറഞ്ഞത് പ്രയാസത്തിന്റെ മേൽ പ്രയാസം, പ്രയാസത്തിന്റെ മേൽ പ്രയാസം. നമുക്കൊരു വിഷമം ഉണ്ടായാൽ നമുക്ക് ചെറുപ്പകാലത്തിൽ ഇപ്പൊ കണ്ണീരുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും പ്രസവിക്കുന്നതിനോടുകൂടി ഒക്കെ ആയി. ഇത്രയും നാള് പള്ളയിൽ ചുമന്നുകൊണ്ട് നടന്നു, പ്രയാസപ്പെട്ട് പ്രസവിച്ചു, അതോടുകൂടി ഒക്കെ തീർന്നു എന്ന് നമ്മൾ കണക്കൂട്ടും. പക്ഷേ പിന്നെ പ്രയാസം, ഒന്നാന്തരം പ്രയാസം തുടങ്ങുകയാണ്. നമുക്ക് വേണ്ടി സഹിക്കുന്ന പ്രയാസത്തെ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും, വിശിഷ്യ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി, നമ്മളെ ഉറക്കാൻ വേണ്ടി എത്രയോ രാവുകൾ ഉണർന്നിരുന്നു, എത്രയോ രാവുകൾ ഉണർന്നിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടെ ഓർക്കണം. നമ്മളെ പരിപാലിച്ച് പരിരക്ഷിച്ച് നമ്മളെ താരാട്ട് പാട്ടുപാടി നമ്മളെ മുലയോട്ട് നമ്മളെ സന്തോഷിപ്പിച്ച് ഉമ്മാനെന്ത് സന്തോഷവാ. നമ്മൾ ചെറുപ്പത്തിലൊന്ന് ചിരിക്കുമ്പോ മടിത്തട്ടിൽ കിടന്നൊന്ന് പുഞ്ചിരിച്ചാൽ ഉമ്മ അത് നോക്കിക്കൊണ്ടിരിക്കുകയാ. ഉപ്പാനെ വിളിച്ചിട്ട് കാണിക്കുകയാ, കണ്ടോ മോന് ചിരിക്കുന്നത് കണ്ടോ, മോള് ചിരിക്കുന്നത് കണ്ടോ എന്ന് പ്രിയപ്പെട്ട ഉമ്മയുടെ മാതൃഹൃദയം സന്തോഷത്തിന്റെ തേരിലേറിക്കൊണ്ടു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മാന്റെ സന്തോഷം നീ ആലോചിക്കുന്നുണ്ടോ? പ്രായാധിക്യം ചെന്ന് പ്രയാസപ്പെടുന്ന പെറ്റുമ്മയെ പോറ്റാൻ നിനക്ക് തയ്യാറുണ്ടോ? അറിയണേ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ മിമ്പറിലേക്ക് ഖുതുബ ഓതാൻ കടന്നുപോയപ്പോ അവിടുത്തെ പരിശുദ്ധമായ പാദം എടുത്തു വെച്ചുകൊണ്ട്, പടികളിൽ എടുത്തു വെച്ചുകൊണ്ട്, ഒന്നാമത്തെ പടിയിൽ ചവിട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആമീൻ. രണ്ടാമത്തെ പടിയിലും പാദം വെച്ചുകൊണ്ട് മുത്തു റസൂല് പറയുകയാണ് ആമീൻ. മൂന്നാമത്തെ പടിയിലും പാദം ഊന്നിക്കൊണ്ട് ആമീനാന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആമീൻ. ഖുതുബ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയ മുത്തു റസൂലിനോട് സഹാബികൾ ജിജ്ഞാസയോടെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, പലപ്പോഴും ഞങ്ങളുടെ ഖുതുബയുടെ മുമ്പിൽ ഞങ്ങളുടെ സാധുതം വീക്ഷിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ സാധാരണ കാണാത്ത ഒരു പ്രവർത്തനമാണല്ലോ കണ്ടത്. എന്തിനാണ് മുത്തു നബിയെ അങ്ങ് പാദത്തിൽ അങ്ങയുടെ പാദം ചവിട്ടി കയറിയപ്പോൾ പടികൾ ഒന്നായി ആമീൻ പറഞ്ഞുകൊണ്ട് കയറിയതെന്നാണ്? അതിന്റെ കാരണം എന്താണ്? ഒരാളിനെയും പ്രാർത്ഥിച്ച ഒരാളിനെയും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആരുടെ പ്രാർത്ഥനക്കാണ് നബിയെ നിങ്ങൾ ആമീൻ പറഞ്ഞതെന്ന് പരിശുദ്ധ സഹാബത്ത് ചോദിക്കുമ്പോ മുത്തു റസൂല് പറയുന്നു, യാ സഹാബാ, യാ സഹാബാ, നിങ്ങൾ പറഞ്ഞത് തീർത്തും സത്യമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത മലക്കുകളുടെ നേതാവ്, ഏറ്റവും വലിയ പരിശുദ്ധമായ ദൗത്യം നിർവഹിക്കുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ഞാൻ എന്റെ പാദമൂന്നിയപ്പോൾ മുഖറബുൽ അംലാഖ് 3 പ്രാർത്ഥന നടത്തിയിട്ട് എന്നോട് പറഞ്ഞു, നബിയേ ഇതിനാമീൻ പറയണം, നബിയേ, നബിയേ ഇതിനാമീൻ പറയണം, നബിയേ, നബിയേ ഇതിനാമീൻ പറയണം, നബിയേ. സാന്ദർഭികമായിട്ട് ഞാൻ ഒന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാ. ഹബീബായ നബി തങ്ങൾ മൊഴിയുകയാ, മുഖറബുൽ അംലാഖിന്റെ 3-1 പ്രാർത്ഥന ഏതാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടൊന്ന് കേൾക്കണേ. ഉമ്മാന്റെയും ഉപ്പാന്റെയും മഹത്വം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരെ വിഷമിപ്പിക്കുന്നത് സന്തോഷമായിട്ട് കാണുന്നെങ്കിൽ, അവരെ പ്രയാസപ്പെടുത്തുന്നത് കൊണ്ട് നിനക്കൊരു ദുഃഖവും വരുന്നില്ലെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ അവരെ സംബന്ധിച്ച് പറഞ്ഞതെന്നറിയണേ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥന നടത്തുകയാ. ഏതാണ് പ്രാർത്ഥനയെന്നറിയുവോ? മാതാപിതാക്കളോ അവരിൽ ഒരാളോ വാർദ്ധക്യ അവസ്ഥയിൽ നിന്റെ അടുത്ത് ഉണ്ടായിരിക്കെ അവരെ പരിചരിക്കുകയും പരിരക്ഷിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ പുണ്യങ്ങളുടെ പൂക്കാലം നീ ആവാഹിച്ചെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ അവർണ്ണനീയമായ
അനുഗ്രഹങ്ങളുടെ സ്വർഗത്തിൽ കടക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രായം ചെന്ന ഉപ്പാനും ഉമ്മാനും ഖിദ്മത്ത് ചെയ്ത് സ്വർഗത്തിൽ കടക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉമ്മയും ഉപ്പയും പ്രായം ചെല്ലുമ്പോൾ പ്രയാസം തോന്നുന്ന മക്കളുണ്ടോ? പ്രവാചക പുങ്കവരുടെ പരാമർശമൊന്നും ഓർമ്മ വെക്കണേ, മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കെ അവരെ പരിചരിച്ചിട്ട് പരിശുദ്ധ സ്വർഗത്തിൽ കടക്കാത്തവന്റെ മേൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഇല്ലാതാകട്ടെ, റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ കോപം ഉണ്ടാകട്ടെ, അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന അർത്ഥം ധരിക്കുന്ന പ്രാർത്ഥന നടത്തിയതാരാ? മലക്കുകളുടെ നേതാവ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചെങ്കിൽ അതിന് ആമീൻ പറഞ്ഞതാരാ? ആ മലക്കുകളെ പടക്കാൻ കാരണക്കാരനായ, പ്രപഞ്ചത്തെ പണിതൊരുക്കാൻ കാരണക്കാരനായ, അലറി വിളിക്കുന്ന അലമാല തിരമാലകളെ പടക്കാൻ കാരണക്കാരനായ, സർവചേതന അചേതന ഗോചര അഗോചര വസ്തുക്കളെയും പടക്കാൻ കാരണക്കാരനായ ആഖായേ നാംദാർ താജുദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് മുത്തു റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞു. ഇനിയിപ്പോൾ ആ ദുആയ്ക്ക് എന്ത് ക്വാളിറ്റിയാ കുറവുള്ളത്? ആ ദുആ അപ്പം തന്നെ സ്വീകരിച്ചു പോയി. മാതാപിതാക്കൾ കാരണമായിട്ട് സ്വർഗത്തിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അവർ നിന്നെ ചെറുപ്പകാലത്തിൽ നിനക്ക് വേണ്ടിയിട്ട് സഹിച്ച സഹനങ്ങൾക്കൊരിക്കലും പകരം നൽകാൻ പറ്റൂല. അത് മറ്റൊരു വിഷയം, മനസ്സിലാകും. പക്ഷേ ആ ഒരു ഭാഗ്യം കിട്ടി ചില ആളുകൾക്ക് അതൊരു പ്രയാസമാണ്. മാതാപിതാക്കൾക്ക് പ്രായം ചെല്ലുമ്പോൾ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നെങ്കിൽ സ്വർഗമുണ്ടെന്ന് മറന്നു പോകരുത്. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെയാണോ, കേവലം വെറുതെയാണോ സ്വർഗം നമുക്ക് കിട്ടുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ വെറുതെയാണോ ഈ പരാമർശത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്, പരിചയപ്പെടുത്തിയിട്ടുള്ളത്? ഈ ആമീനിന്റെ ഗൗരവമൊന്ന് മനസ്സിലാക്കുമോ? ഈ പ്രാർത്ഥന നടത്തിയത് മലക്കുകളുടെ നേതാവാണ്. ആമീൻ പറഞ്ഞത് ആ മലക്കുകളെ പോലും പടക്കാൻ കാരണക്കാരനായ പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എത്ര കടമയും കടപ്പാടും അവരോട് ചെയ്താലും ഒരിക്കലും അതിന് പൂർണ്ണത കണ്ടെത്താൻ പറ്റില്ല. നിങ്ങൾ ആരും അങ്ങനെ മനസ്സിലാക്കരുത്. അഞ്ചു നേരവും നിസ്കരിക്കുന്നവനാണെങ്കിൽ ബാഹ്യമായിട്ട് നമുക്ക് പറയാം, 5 നേരവും നിസ്കരിച്ചില്ലേ, കഴിഞ്ഞ റമദാൻ മാസം 30 നോമ്പ് എടുത്തില്ലേ, ഹജ്ജിന് പോയില്ലേ, സക്കാത്ത് കൊടുത്തോ, എല്ലാത്തിനും യെസ് എന്ന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ യെസ് എന്ന് മറുപടി പറയാൻ പറ്റാത്തൊരു വിഷയമുണ്ട്. നിന്റെ മാതാവിനോടുള്ള കടമയും കടപ്പാടും പൂർണ്ണമായിട്ട് നീ വീടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് വീടിയിട്ടുണ്ട് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരാൾക്കും പറ്റൂല. ഒരു ചങ്കൂറ്റവും അതിനെ മറികടക്കാൻ പറ്റൂല. യെസ് എന്നൊരു മറുപടി പറയാൻ പറ്റൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിലാണ് ഉമറയ്യെന്ന്, നീ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നു. പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് പറയാ, ഓ ഉമർ തങ്ങളെ, ഞാൻ എൻ്റെ ഉമ്മായിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസം സഹിക്കുന്നു. ശ്രദ്ധിക്കണേ, എൻ്റെ ഉമ്മായിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസം ഞാൻ സഹിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ പേറിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഉമ്മാനോടുള്ള കടമ, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് ഞാൻ അതുകൊണ്ട് നിർവഹിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു തിരിച്ചൊരു ചോദ്യം, ഒരു പുഞ്ചിരിയോടെ ഒരു ചോദ്യം, നീ എന്താണ് ഉമ്മായിക്ക് വേണ്ടി ചെയ്തത്? കടമ പൂർണ്ണമായിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം എങ്ങനെ വന്നു? നിന്റെ പ്രിയപ്പെട്ട ഉമ്മായിക്ക് വേണ്ടി നീ എന്താണ് പൊന്നുമോനെ ചെയ്തിട്ടുള്ളത്? വിഷയം ഗൗരവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞതുപോലെ ആ കണ്ണീര് നമ്മുടെ ജീവിതത്തെ വെണ്ണീരാകാൻ പവറുള്ളതാണ്. അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. ആർക്കൊക്കെ വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട
പെറ്റതള്ളയെ മാറ്റി നിർത്തുന്നത് ആരെയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ മൂലയിൽ ഒതുക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പൊന്നുമോനെ, നിന്റെ മാതാവിന് വേണ്ടി നീ എന്ത് കർമ്മമാ ചെയ്തിട്ടുണ്ട്? ഉടൻ തന്നെ ആ മനുഷ്യൻ പറയുന്നു, ഓ ഉമറുൽ ഫാറൂഖ് തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ രോഗശയ്യയില, വാതരോഗം പിടിച്ചുകൊണ്ട് അനങ്ങാൻ പറ്റാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കട്ടിലിൽ കിടക്കുകയാണ്. ആ ഉമ്മായിക്ക് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ പാചകം ചെയ്ത് പ്രയാസപ്പെട്ടുകൊണ്ട് എൻ്റെ ഉമ്മയെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. എൻ്റെ ഉമ്മാന്റെ വായിലേക്ക് ഞാൻ വാരി വെച്ച് കൊടുക്കും. എൻ്റെ ഉമ്മാന്റെ വായിലേക്ക് ഞാൻ കൊടുത്ത് വെള്ളം കുടിപ്പിക്കും. എൻ്റെ ഉമ്മാന് വേണ്ട പരിചരണം നടത്തും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്ന ആ കിടപ്പിൽ തന്നെയാണ് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്നിടത്ത് കടന്നുകൊണ്ട് കാട്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുമ്പോൾ എന്റെ ഈ കരങ്ങൾ കൊണ്ടാ ഉമർ തങ്ങളെ, എന്റെ ഈ കരങ്ങൾ കൊണ്ടാ ഞാനത് വാരി വൃത്തിയാക്കി കളയുന്നത്. ഞാനിത് കൊണ്ടുപോയി കളയുന്നത്, വാരി വൃത്തിയാക്കുന്നത് എന്റെ ഈ കരങ്ങൾ കൊണ്ടാ. പോരാ ഉമർ തങ്ങളെ, എന്റെ പ്രിയങ്കരനായ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയ്ക്ക് പുറത്തെവിടെമെങ്കിലും പോകണമെന്ന് തോന്നുമ്പോ ദൂരം ഒരു പ്രശ്നമല്ല, വഴിയൊരു പ്രശ്നമല്ല, മലയോര പ്രദേശം ഒരു പ്രശ്നമല്ല, കുന്നുമാമലകൾ എനിക്കൊരു പ്രശ്നമല്ല. നടക്കാൻ പറ്റാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ചുമരിലേറ്റിക്കൊണ്ടാ, എന്റെ തോളിലേറ്റിക്കൊണ്ടാ ഞാൻ കൊണ്ടുപോകുന്നത്. എന്റെ ഉമ്മാനോടുള്ള കടമ നിർവഹിച്ചിട്ടുണ്ടോ മൃതങ്ങളെ? എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് നിർവഹിച്ചിട്ടുണ്ടോ മൃതങ്ങളെ? എന്റെ ഉമ്മാനോടുള്ള ബാധ്യത പൂർണ്ണമായിട്ടുണ്ടോ മൃതങ്ങളെ? മൃതങ്ങൾ എന്താ പറഞ്ഞത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണമൊന്ന് ആലോചിച്ചു നോക്ക്. എത്രയോ തവണ പ്രിയപ്പെട്ട മാതാവിന്റെ മടിയിൽ നീ കാട്ടിക്കുമ്പോ, മാതാവിന്റെ ശരീരത്തിൽ മൂത്രിക്കുമ്പോ, മാതാവിന്റെ വിലപ്പെട്ട ഡ്രസ്സിൽ നീ അതാ കാട്ടിക്കുമ്പോ ആ ഉമ്മാനൊരു പ്രയാസവും ഇല്ല എന്ന് മാത്രമല്ല, സന്തോഷത്തോടെ അതോ വിലയുള്ള സാധനം വാരിക്കൊണ്ട് കളയുന്നത് പോലെ നിന്നെ നോക്കി ഒരു പുഞ്ചിരിയും ചിരിച്ചുകൊണ്ട് കടന്നുപോയ ഉമ്മ, വാത്സല്യ തണലായ ഉമ്മ, വാത്സല്യ ഖനിയായ ഉമ്മ, സ്നേഹനിധിയായ ഉമ്മ, സ്നേഹത്തണലായ ഉമ്മ. ഉമ്മയോളം ഒരാൾക്കും ആ സ്ഥാനം അവകാശപ്പെടാൻ പറ്റൂല. 5 മിനിറ്റ് നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാര്യ കുട്ടിയെ കൊണ്ട് തന്നാൽ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കിടേ വിളി വരിക. 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, മൂത്രിച്ചിട്ടില്ല, കാഷ്ടിച്ചിട്ടില്ല. അങ്ങോട്ട് തല അങ്ങോട്ട് എടുത്ത് ഇച്ചിരി കഴിയുന്നു, ഇങ്ങോട്ടൊന്ന് എടുത്ത് വെച്ച് 5 മിനിറ്റ് ഇവിടെ വാ, എനിക്ക് അത്യാവശ്യം പുറത്ത് പോകണം, ഫോൺ ചെയ്യാനുണ്ട്, ബാത്റൂമിൽ പോകണം, നമുക്ക് പ്രയാസം. എത്ര കാലമാ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ പോറ്റിയത്. അതിന് പകരം കൊടുക്കാൻ നമ്മൾ വിചാരിക്കുന്നത്, ചില സഹോദരങ്ങളും സഹോദരിമാരും വിചാരിക്കുന്നത് ഉമ്മാനോടുള്ള കടമ ഒരു പെരുന്നാളാവുമ്പോ, ഒരു വലിയ പെരുന്നാളൊക്കെ ആവുമ്പോ, അല്ലെ കൊച്ചു പെരുന്നാളാവുമ്പോ 1 കിലോ ഓറഞ്ച്, 1 കിലോ ആപ്പിൾ, ഒരു 10 ലഡു, ഒരു 15 ജിലേബി, എല്ലാം കൂടെ ഒരു കീസിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓളെ കൂട്ടിയിട്ട് ഭാര്യയെ കൂട്ടിയിട്ട് മക്കളെ അപ്പുറം ഇപ്പുറം ഒക്കെ നിർത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിന്റെ വാഹനത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവരോട് മക്കളോടോ ഭാര്യയോടോ മോളെ ഡിക്കിയിൽ സാധനം എടുത്തോ, ഓൻ പോയി തുറന്നെടുത്ത് വലിയ വിശാലമായിട്ട് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് നീ കടന്നു വന്ന് ഈ പൊതി ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് നീ ആലോചിക്കണം. ഈ പൊതി ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഉമ്മാനോട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ, 1 മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പിന്നിൽ നിന്ന് കുത്തുകയാ. സമയം ഒരുപാടായി, പോകണം, നേരെ കിട്ടിയാൽ ബുദ്ധിമുട്ടാണ്. നമ്മളപ്പോ ഉടനെ ഉമ്മാനോട് പറയാ, ഉമ്മ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, ഇപ്പൊ പോവാ, നാളെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ട്, രാവിലെ ട്യൂഷന് പോകണം, എന്റെ പൊന്നുമ്മ പോട്ടെ, അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ ബൈ, ഓക്കെ, അടുത്ത കൊച്ചു പെരുന്നാളിന് കാണാം. ഉമ്മാനോടുള്ള കടമ പല ആളുകളും കണക്കാക്കുന്നത് അങ്ങനെയാണ്. പൊതിയായിട്ട് പോയി എന്തെങ്കിലുമൊക്കെ സുഖമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം കഴിഞ്ഞു. ചില ആളുകൾ നോക്കുമ്പോ 1-2
1500 നോട്ട് ചുരുട്ടി. വലിയ ഔദാര്യമോനെ, നീ ഭയങ്കര മുതലല്ലേ. ഉമ്മാന്റെ പാവപ്പെട്ട ഉമ്മാന്റെ കയ്യില് ആ ചൊട്ടിച്ചുളുങ്ങിയ ഉമ്മ, നിന്നെ താരാട്ട് പാട്ട് പാടിത്തന്ന് നിന്നെ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മയുടെ കയ്യിലേക്ക് നീ കൊടുക്കുന്ന തുട്ടുകളുണ്ടല്ലോ, അതങ്ങ് മടക്കി കയ്യിൽ വെച്ചുകൊണ്ട് പോകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു വിടുമോ? അല്ലാഹു വിടുമോ? റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് വിടുമോ? ആ കടമ മാത്രം മതിയോ പൊന്നുമോന്? ഒന്നറിയണേ, സ്നേഹത്തണലായ ഉമ്മാന്റെ മുഖത്ത് നീ സന്തോഷിച്ചൊന്ന് നോക്കിയിട്ടുണ്ടോ? ആ ഉമ്മാനോട് നിനക്ക് സന്തോഷ വർത്തമാനങ്ങൾ പറയാൻ കഴിയുന്നുണ്ടോ? ആ ഉമ്മാന്റെ വിഷമങ്ങൾ ചോദിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ആ ഉമ്മാന്റെ അസുഖങ്ങൾ ചോദിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ആ ഉമ്മാന്റെ പ്രയാസങ്ങൾ പങ്കിടാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ആ ഉമ്മാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? നീ സ്വർഗാവകാശിയാണെങ്കിൽ ഒരു തവണ ഒരു വട്ടമെങ്കിലും പ്രിയപ്പെട്ട ഉമ്മ ചാരത്തുണ്ടെങ്കിൽ നീ ഒന്ന് കാണാൻ കൊതിക്കും പൊന്നുമോന്, നീ ഒന്ന് കാണാൻ കൊതിക്കും പൊന്നുമോന്. നിന്റെ ഭാര്യയെ കാണാതിരിക്കുമ്പോൾ കാണാനുള്ള തിടുക്കമുണ്ടെങ്കിൽ, നിന്റെ മക്കള് ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരാഴ്ചയായി എന്റെ പൊന്നുമോന്റെ ലാളനയുള്ള മുഖം കണ്ടിട്ട്, ആ സുന്ദരമായ മുഖം ഞാൻ കണ്ടിട്ട് 1 മാസമായി പോയി. ഞാൻ എന്നാ എന്റെ പൊന്നുമോനെ ഒന്നെടുക്കുന്നത്, അവന്റെ കിന്നാര വർത്തമാനം കേൾക്കുന്നത്, അവന്റെ കൊഞ്ചൽ കാണുന്നത് എന്നാണെന്ന് ചിന്തിക്കുമ്പോൾ അതിനേക്കാളും ഗൗരവത്തോട് ആലോചിക്കണേ, എന്നെ പോറ്റി വളർത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഗർഭഗൃഹത്തിൽ 9 മാസവും 10 ദിവസവും എനിക്ക് കിടക്കാൻ അവസരം തന്ന ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മാന്റെ വാത്സല്യമില്ലായിരുന്നെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ വരുവോ പ്രിയപ്പെട്ടവര്? ആ ഉമ്മ നമ്മളെ വാത്സല്യത്തോടെ കൊണ്ടു നടന്നില്ലായിരുന്നെങ്കിൽ ഈ രൂപത്തിൽ ആരോഗ്യത്തോടെ നമ്മൾ മുമ്പോട്ട് വരുവോ പ്രിയപ്പെട്ടവര്? എത്ര കണ്ട് നമ്മൾ ജിംനേഷ്യത്തിൽ പോയാലും, എത്ര കണ്ട് നമ്മൾ കാൽസ്യമുള്ള ഭക്ഷണം കഴിച്ചാലും, എത്ര കണ്ട് നമ്മൾ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചാലും, നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രഥമമായിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭക്ഷണം ഏതാ? ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, നമ്മുടെ ഉമ്മയുടെ അമ്മിഞ്ഞയാ. അതിനോളം പ്രോട്ടീനുള്ള, അതിനോളം കാൽസ്യമുള്ള, അതിനോളം നിന്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ പോഷക ഗുണമുള്ള ലോകത്തൊരു ഭക്ഷണമില്ല. ആ പ്രിയപ്പെട്ട ഉമ്മ നിനക്കതൊക്കെ തന്നു നിന്നെ ആരോഗ്യമുള്ളവനാക്കിയപ്പോ, നിന്നെ വളർത്തി വലുതാക്കിയപ്പോ, നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിനക്ക് കെട്ടിച്ചു തന്നപ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പിന്നെ നിന്റെ ഉമ്മാനോട് നീ അകൽച്ചയാണോ പൊന്നുമോനെ? ഉമ്മ പ്രായം ചെല്ലുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള ഉമ്മ, ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മായിക്ക് കിട്ടേണ്ട സമയം എപ്പോഴാ? ഉമ്മാന്റെ ആരോഗ്യം പോകുന്ന സമയത്തല്ലേ, ഉമ്മ രോഗിയാകുന്ന സമയത്തല്ലേ, ഉമ്മയ്ക്ക് പ്രയാസമുണ്ടാകുമ്പോഴല്ലേ പ്രിയപ്പെട്ടവര് നമ്മൾ പ്രിയങ്കരായ മക്കളുടെ സ്നേഹവാത്സല്യത്തില് സ്നേഹമസൃണമായ ഇടപെടലുകൾ കൊണ്ട് അവരുടെ ഹൃദയം തളിരിടേണ്ടത് ആ സമയത്തല്ലേ? ഒന്നുമല്ല, 1000 കോടി രൂപ ഉമ്മാന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നതിനേക്കാളും ഉമ്മാന്റെ കൈ പിടിച്ചു, ഉമ്മാന്റെ നെറ്റിത്തടമൊന്ന് ചുംബിച്ചു ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്ത് നോക്കിയാൽ ഉമ്മാക്ക് ഉണ്ടാകുന്ന സന്തോഷം കോടികൾ മുമ്പിൽ വെച്ചാലും പാക്കറ്റുകൾ മുമ്പിൽ വെച്ചാലും കിട്ടൂല. അതൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ വലിയ ഇഷ്ടപ്പെട്ട സാധനം ഉമ്മായിക്ക് അത് കൊടുക്കുമ്പോൾ ഓക്കെയാ. ഒരു ഉമ്മയും മടങ്ങിപ്പോകുന്ന ഭാര്യയുമായിട്ട് കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ മോനെ പോവല്ലേ എന്ന് പറയാൻ ഒരേ മാതാവിനും 100 നാവുണ്ട്. ബുദ്ധിമുട്ടിക്കൂല ഒരു ഉമ്മയും. നമ്മൾ മനസ്സിലാക്കണം, വാത്സല്യക്കരിയായ ഉമ്മയുടെ ഹൃദയത്തിന്റെ മിടിപ്പറിയാത്തൊരു പൊന്നുമോനുണ്ടെങ്കിൽ, ഒരു പൊന്നുമോളുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കരുത്. ആ ഉമ്മാന്റെ സ്നേഹത്തണലിലൂടെ അല്ലാതെ, അവരുടെ പ്രാർത്ഥനയുടെ അല്ലാതെ അല്ലാഹു സ്വർഗത്തിന്റെ കവാടം തുറന്നു തരൂല. മുഹമ്മദ് മുസ്തഫ സ്വർഗം, ഭൂമിയിലുള്ള സ്വർഗം നിന്റെ ഭാര്യയുടെ കാൽച്ചുവട്ടടിയിലാണെന്നല്ല അല്ലാഹുവിന്റെ റസൂൽ, മക്കളുടെ കാൽച്ചുവട്ടടിയിലാണെന്നല്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കാൽച്ചുവട്ടടി കീഴിലാണ് സ്വർഗമെന്നല്ല പറഞ്ഞു.
റസൂൽ പറഞ്ഞു അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിങ്ങളുടെ മാതാക്കളുടെ കാൽച്ചുവട്ടടി കീഴിലാ സ്വർഗ്ഗം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാതാക്കളെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീരുമാനിച്ചോ. പൊരുത്തം ചോദിക്കൽ നിർബന്ധമാണ്, പൊരുത്തപ്പെടിക്കൽ നിർബന്ധമാണ്. 10 മക്കളുണ്ടാവും. ദീർഘമായിട്ട് പറയാനുള്ള സമയമില്ലെങ്കിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക. 10 മക്കളുണ്ടാവും. പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട പൊന്നോമനകൾ എല്ലാവരും ഉഷാറായി. ഉമ്മ എവിടെയാ താമസിക്കുന്നത്? ആ 10 മക്കളിൽ 10ാമത്തെ മകന് സാമ്പത്തികമായിട്ടുള്ള ശേഷിയൊന്നുമില്ല, കുറവാ, ഒരു കുടിലില്ല. മൂത്ത മകൻ ഉമ്മയുടെ താമസം എവിടാ? ഉമ്മാടെ താമസം എവിടാ? ഉമ്മായിട്ട് തട്ടിക്കളിക്കുക മക്കൾ. നീ നോക്കടാ, വേണ്ട, നീ നോക്കടാ, നിനക്ക് പൈസ ഞാൻ തരാം. പണത്തിന്റെ പവർ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമ്മയെ മാറ്റി നിർത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നിന്റെ ഇബാദത്ത് കൊണ്ട് ഒരു പുണ്യവും നിനക്ക് പരലോകത്ത് കിട്ടൂല. മറിച്ച് ആ പ്രിയപ്പെട്ട ഉമ്മ കടന്നുറങ്ങുന്ന ആ കുടിലുണ്ടല്ലോ, അത് ദുനിയാവിലെ സ്വർഗമോ പൊന്നുമോനെ, സ്വർഗമാ. ആ കുടിലിനേക്കാൾ സുവർണമായ ഒരു ശ്ലോകം ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. നിന്റെ ഉമ്മയില്ലെങ്കിൽ പിന്നെ എന്താടാ? അത് പിന്നെ തൊഴുത്തിനെക്കാളും കഷ്ടമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനസ്സ് വേണം, ഉമ്മാനെ അറിയാനുള്ള മനസ്സ് വേണം. ഒക്കെ മറന്നുപോയില്ലേ? നീ വലിയ രാജാവായിരുന്നാലും, നീ വലിയ മെമ്പറായിരുന്നാലും, നീ വലിയ മിനിസ്റ്റർ ആയിരുന്നാലും, നീ വലിയ MP ആയിരുന്നാലും, MLA ആയിരുന്നാലും, ലോകാധിപത്യം നിന്റെ കാൽച്ചുവട്ടടി കീഴിലാണെങ്കിലും ഉമ്മായിക്ക് നീ എന്നും ആ മോൻ തന്നെ മറക്കണ്ട. ഉമ്മായിക്ക് എന്നും നീ പൊന്നുമോനാ, നീ ഉമ്മാന്റെ പൊന്നുമോളാ. ആ വാത്സല്യത്തോട് കൂടിയല്ലാതെ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ അവർ വീക്ഷിക്കൂല. നമ്മളിൽ നിന്നൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. നല്ല സ്നേഹമസ്മരണമായ വർത്തമാനം അവർ പ്രതീക്ഷിക്കുന്നു. എത്രയോ ഉമ്മമാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഒന്നും വേണ്ട, ഞാൻ വെറുതെ പറയുന്നതല്ല, ഉസ്താദേ ഒന്നും വേണ്ട, എനിക്കൊരു പണവും വേണ്ട, പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വായിൽ നിന്ന് ഉമ്മാന്ന് കേൾക്കാൻ ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട്. ഉമ്മാന്ന് വിളിക്കാൻ സമയമില്ലാത്ത പൊന്നുമക്കൾ ഞാനെവിടെത്തി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര പവറാ നമ്മുടെ മാതാവിനുള്ളത്. ഒന്ന് നോക്കിയാൽ നമുക്ക് മുന്നിൽ കിട്ടും നമ്മുടെ മാതാവിന്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയണേ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കേവലം ഒരു നോട്ടം കൊണ്ട് പ്രതിഫലം കിട്ടുന്ന 3 വിഷയം പഠിച്ചു വെച്ചു. ഒന്നാമത്തത് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഒന്ന് നോക്കിയാൽ പ്രതിഫലം. ആ ഖുർആൻ ഒന്ന് നോക്കിയാൽ പ്രതിഫലം. ഇനി കഷ്ടപ്പെട്ട് ഓതണ്ടാലും നോക്കിക്കൊണ്ടിരുന്ന പ്രതിഫലം കിട്ടും. ഓക്കെ, നോക്കിയാൽ കിട്ടുന്ന പ്രതിഫലം വേറെ, ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം വേറെ. പക്ഷേ നോക്കിയാൽ പ്രതിഫലം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടിനും 2 കൂലിയാ. അള്ളാഹു വേണ്ടതുപോലെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം നോക്കിയാൽ നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ടൊന്ന് നോക്കിയാൽ പ്രതിഫലം വിശുദ്ധമായ ഖുർആൻ നോക്കുമ്പോൾ പ്രതിഫലം സവാബ് അല്ലാഹു. മറ്റൊന്ന് പരിശുദ്ധമായ കഅബാലയത്തെ കണ്ണു കാണുമ്പോൾ, പരിശുദ്ധമായ കഅബാലയത്തെ ഒന്ന് നോക്കിയാൽ കൂലിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വിഷയത നിന്റെ പ്രിയപ്പെട്ട സ്നേഹത്തണലായ ഉമ്മ. ആ ഉമ്മാന്റെ മുഖത്ത് നീ ഒന്ന് നോക്കിയാൽ, ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കിയാൽ കൂലി. ഞാനൊന്ന് ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, സഹോദരിമാരോട് ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ. നിങ്ങളുടെ ഹൃദയാന്തരാളത്തിലേക്ക് ഒരു ചാട്ടുളി പോലെ വന്ന് തറക്കട്ടെ മക്കളെ. പരലോകത്തെ പേടിച്ചു ജീവിക്കുന്നവരാ നമ്മളെങ്കിൽ മാതാവിന്റെ കാൽച്ചുവട്ടടി കീഴിലാ സ്വർഗമെന്ന് ഹബീബായ നബി തങ്ങളുടെ പരാമർശത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാ നമ്മളെങ്കിൽ ഞാനൊന്ന് ചോദിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്ത് 1 മിനിറ്റ് നേരം
ഒന്ന് കണ്ണെടുക്കാതെ നോക്കിയിരുന്ന സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോ, എന്റെ പൊന്നുമ്മയോ, എന്റെ സ്വർഗമോ, എന്റെ സ്വർഗ കവാടമോ, എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവളോ, ആ ഒരു ചിന്തയോടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്ത് ഒരു മിനിറ്റ് നേരം, ഒരു മണിക്കൂറല്ല, ഒരു മിനിറ്റ് നേരം മുഖം വെട്ടിക്കാതെ നോക്കിയിരുന്ന പൊന്നുമോളുണ്ടോ? നോക്കിയിരുന്ന പൊന്നുമോളുണ്ടോ? ഒന്ന് ചോദിക്കോയാ, ചോദിക്കോയാ, ചോദിക്കോയാ. ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ പുണ്യമാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കാനുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ദ്വാരക്കാനുള്ള മാനസികാവസ്ഥയിലാണ് നീ ഉമ്മയെ പരിഗണിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ചെല്ലുന്ന വാതിലുകളൊക്കെ ഓപ്പണാണ്. നീ എവിടെ ചെന്നാലും നിനക്ക് എവിടെ ചെന്നാലും നിനക്ക് എവിടെ ചെന്നാലും സന്തോഷം. എല്ലാ ലോകത്തിലും നിന്നെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പല സംവിധാനങ്ങളും ഒരുക്കും. പക്ഷേ പ്രിയപ്പെട്ട മാതാവിനെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ ഈ ദുനിയാവിൽ അധിക നാൾ സന്തോഷിച്ചിട്ടില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മാനെ കാണേണ്ട കണ്ണിൽ നമുക്ക് ഉമ്മാനെ കാണാൻ പറ്റും. ഉപ്പാനോടുള്ള സ്നേഹം വേണ്ടെന്നല്ല, ഭാര്യയെ സ്നേഹിക്കണ്ടെന്നല്ല, മക്കളെ ലാളിക്കണ്ടെന്നല്ല, കൂട്ടുകാരോട് കൂട്ടുകൂടണ്ടെന്നല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഉമ്മാനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിനും ആ വാത്സല്യത്തിനും ആ ഇടപെടലിനും ലോകത്ത് മറ്റൊരാൾക്കും അർഹതയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മറുപടി കൊണ്ട് മുത്തു റസൂൽ 15 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രപഞ്ചത്തെ അറിയിച്ചിട്ടുണ്ട്. മറന്നു പോകണ്ട. വാത്സല്യം എന്ന് പറയുന്നത്, കണ്ണടക്കരുത്, വാത്സല്യം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഉമ്മാന്റെ അടുത്ത് കിട്ടുന്ന ഒരു കനിയ. ലോകത്ത് ഒരൊറ്റ ആളിന്റെ അടുത്തൊന്നും വാത്സല്യം കിട്ടും. കൂട്ടുകാരൻ നമ്മളെ സ്നേഹിക്കും, സ്നേഹം. അധ്യാപകൻ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥികൾ അധ്യാപകനെ, ഗുരുനാഥന്മാർ വിദ്യാർത്ഥികളെ, തിരിച്ചുമൊക്കെ സ്നേഹം. കുടുംബക്കാർ തമ്മിൽ സ്നേഹം, പലരും തമ്മിൽ സ്നേഹം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം, പ്രണയം. പക്ഷേ വാത്സല്യം എന്ന് പറയുന്ന ഒരു ഖനി, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുത്തുള്ള ആ വാത്സല്യം കിട്ടും. അത് ഉത്ഭവിക്കുന്ന ഒരു ഉറവിടം പ്രിയപ്പെട്ട ഉമ്മയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ പല ആളുകളും ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്, പഠിച്ചവനെ ഖബറിലാണല്ലോ, ഇപ്പൊ എന്താ ചെയ്യുക? ഞാൻ പലപ്പോഴും വിഷമിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ഈ ഗൗരവം അറിയാതെ അരുതായ്മകൾ നടത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ലോകത്ത് പരിഹാരമില്ല. പക്ഷെ ഒരു ചെറിയ പരിഹാരം ഇൻഷാ അല്ലാഹ് ഇതിന്റെ പരിസമാപ്തി സമയത്ത് നമുക്ക് പറയാം. അല്ലാഹു അതിനുള്ള ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അവസരം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയം, മരണപ്പെട്ടു പോയതിന് ശേഷം മാത്രമേ ഉമ്മാന്റെ വില അറിയൂ. പൊന്നുമോനെ, നീ എവിടൊക്കെ ഓടി നടന്നാലും, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നീ എവിടൊക്കെ ഓടി നടന്നാലും ചിലപ്പോൾ നിന്നെ എല്ലാവരും കൈവിട്ടെന്ന് വന്നേക്കാം. നിനക്കെന്തെങ്കിലും രോഗം പിടിച്ചു, ഉമ്മാന്റെ വില അറിയൂ. പൊന്നുമോനെ, നീ എവിടൊക്കെ ഓടി നടന്നാലും, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നീ എവിടൊക്കെ ഓടി നടന്നാലും ചിലപ്പോൾ നിന്നെ എല്ലാവരും കൈവിട്ടെന്ന് വന്നേക്കാം. നിനക്കെന്തെങ്കിലും രോഗം പിടിച്ചു വന്നാൽ, നിനക്കെന്തെങ്കിലും ഒരു രോഗം പിടിച്ചു വിടുന്നു, പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് ബന്ധപ്പെടാനുള്ള ശാരീരികമായ ശേഷിയും സേമുഷിയും കരുത്തും നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ചെറുപ്പകാലത്ത് തന്നെ നിനക്ക് എന്തെങ്കിലും രോഗം വന്നു പോയാൽ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അടുത്ത സമയം വടക്കെവിടെയോ, കോഴിക്കോടോ കണ്ണൂരെയോ ഏതോ ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോകാൻ തിരൂരൊരു പരിപാടി കഴിഞ്ഞിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു ചെറുപ്പക്കാരൻ മറ്റൊരാളിനോട് പറഞ്ഞ രംഗം എന്റെ പ്രിയപ്പെട്ടവരെ വേദനയുള്ളതാണ്. എന്താണെന്നറിയുമോ? ഗൾഫിൽ ഒരുപാട് കാലം പ്രയാസങ്ങൾ സഹിച്ച് നടന്നുകൊണ്ട് പ്രയാസപ്പെട്ട് പ്രവാസിയായി ജീവിച്ച് വേണ്ട പണമൊക്കെ അയച്ചു കൊടുത്തപ്പോ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായി. ഒരുപാട് ബന്ധുക്കൾ, ഭാര്യക്ക് സ്നേഹം, മക്കൾക്ക് സ്നേഹം, ഉമ്മാനും ഉപ്പാനും പറയാൻ പറ്റുന്നതിനപ്പുറം എല്ലാവർക്കും. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇതാ ആക്സിഡന്റിൽപ്പെട്ട്, ഒരു അപകടത്തിൽപ്പെട്ട്, ഒരു പ്രയാസത്തിൽപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട് നീ വർഷങ്ങളോളമാണ് റെസ്റ്റ്
റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അത് ആ നാട്ടിലേക്ക് റെസ്റ്റിന് വന്നപ്പോൾ കുറച്ച് നാളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ശരീരം പോലും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയാ, എന്റെ ഉമ്മാന് പോലും പഴയ നിലക്കുള്ള, ഞാൻ ഇതും കൂടെ കൂട്ടത്തിൽ എന്ന് പറയുക, മക്കളോട് ചില ഉമ്മമാർ, എല്ലാരും അല്ല, ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളാണ്. ഈ അടുത്ത് ചൈനയിൽ ഒരമ്മ, ചൈനയിലോ ലണ്ടനിലോ ഒരമ്മ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ആ അമ്മയുടെ ഉറക്കം കെടുത്തിയതിന്റെ പേരിൽ കുഞ്ഞിനെ വലിയ നിലകളുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തെറിഞ്ഞു. നല്ല പരിപാടിയായി. അങ്ങനെയുള്ള അമ്മമാരുണ്ട്. മക്കളെ ഏതൊക്കെയോ കുപ്പത്തൊട്ടിലിൽ, ഏതൊക്കെയോ അമ്മത്തൊട്ടിലിൽ പെറ്റിട്ടിട്ട് കടന്നു കളയുന്ന അമ്മമാർ. അവരെ അമ്മമാരെന്ന് പറയാൻ പറ്റൂല, അവരൊക്കെ മൃഗങ്ങളെ കണ്ടുപഠിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടുത്ത് കുമളിയിൽ വായിച്ചില്ലേ, ഒരു കുരങ്ങന്റെ കുഞ്ഞ് ചത്തുപോയ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ആ അമ്മ കുരങ്ങ് തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ശിഖരങ്ങളിൽ നിന്നും ശിഖരത്തിലേക്ക് ചാടി പോകും. പലരും കാഴ്ചക്കാരായിട്ട് വന്നിട്ടുള്ള പലരും കടലയിട്ട് കൊടുക്കുന്നു, ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നു. ഒന്നും വേണ്ട, ഈ കുഞ്ഞുമായിട്ട് അതിന്റെ വശമത്തിൽ ഈ തള്ളക്കുരഞ്ഞിതാ കരഞ്ഞുകൊണ്ട് ചുറ്റു നടക്കുമ്പോൾ പത്രത്തിൽ അടുത്ത് വന്ന സംഭവം കൂടുതലൊന്നും ആയിട്ടില്ല. കുമളിയിൽ സംഭവം ഒരാഴ്ചക്കാലം ജീർണിച്ചു പോയിട്ടും ചീഞ്ഞണിഞ്ഞു പോയിട്ടും ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത മാതൃഹൃദയത്തിന്റെ മഹത്വം പഠിക്കേണ്ട വല്ലാത്തൊരു കാലമായിട്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതൊരു മറ്റൊരു വശം. പക്ഷേ പ്രിയപ്പെട്ട ഉമ്മാന്റെ മനസ്സ്, പ്രിയപ്പെട്ട മാതാവിന്റെ ആ ഹൃദയം എന്റെ പ്രിയപ്പെട്ടവരെ വാത്സല്യത്തിന്റെ ഖനിയാണ്. ഉദാഹരണം പറയുന്നു, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് മഴ നനഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം, നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഉദാഹരണം. നമ്മൾ മഴയൊക്കെ നനഞ്ഞിട്ട് നമ്മുടെ പായവും പാൻറ്റും നിക്കറും ട്രൗസറും ഒക്കെ നനഞ്ഞ് നമ്മൾ മൊത്തത്തിൽ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ട് പുസ്തകവും നനഞ്ഞിങ്ങനെ കയറുമ്പോൾ, വലിയ മഴയത്ത് വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം അതാ നമ്മുടെ മൂത്ത കാക്ക കാണുക. ഉടനെ എന്താ ചോദിക്കുന്നത്? എടുത്തിട്ട് പോയിക്കൂടായിരുന്നോടാ ഭയ? ഇക്കാന്റെ മറുപടിയാ, ഒരു കൊട എടുത്തിട്ട് പോയിക്കൂടായിരുന്നോ? ഇക്കാന്റെ മറുപടി, മോനെ നിനക്കൊരു കൊടയെടുത്ത് പോയിക്കൂടായിരുന്നു. അതും കേട്ട് അകത്തോട്ട് കയറുമ്പോ ഇത്താത്ത സഹതപിക്കുന്നു, മഴ തോർന്നിട്ട് പോയാൽ പോരായിരുന്നു. കുറച്ചും കൂടെ മഴയുള്ള മറുപടി, കൊടയെടുത്തിട്ട് പോയിക്കൂടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് നടക്കൂലല്ലോ. കൊടയെടുത്തിട്ട് ഇനി പോകാൻ പറ്റൂലല്ലോ, എന്തായിരുന്നാലും വന്നു. പക്ഷെ മഴ തോർന്നിട്ട് പോയാൽ പോരായിരുന്നോ എന്ന് നമ്മുടെ ഇത്താത്ത, കുറച്ചും കൂടെ മയമാണ് ഈ സ്ത്രീകളുടെ ഹൃദയത്തിൽ, മനസ്സിലാക്കി. പിന്നെ നോക്കുമ്പോ മൂപ്പരാരാ? വാപ്പയാണ്, ഉപ്പയാണ്. അടച്ചവനെ പറയാനുണ്ടോ? പനി പിടിച്ചു കിടന്ന ഇതൊക്കെ കേട്ട് ഈ കുഞ്ഞും വെള്ളം ഒലിപ്പിച്ച് അകത്തോട്ട് കയറുമ്പോൾ സ്നേഹത്തണലായ ഉമ്മ, ആ ഉമ്മ ഒരു കമന്റും പറയുന്നില്ല. ഓടി വന്ന് അശയിലുള്ള തോർത്തെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോന്റെ ശരീരം തുടക്കുകയാ, തല തുടക്കുകയാ, ശരീരം തോർത്തി കൊടുത്തുകൊണ്ട് പുറത്തേക്ക് മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ മഴയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ പറയുകയാ, ഈ മഴ എന്തിനാ ഇപ്പൊ പെയ്തത്? എന്റെ പൊന്നുമോൻ ഇങ്ങ് വന്നിട്ട് പെയ്താൽ പോയായിരുന്നോ? എന്റെ പൊന്നുമോൻ ഈ പടിയിലേക്ക് കയറിയതിനു ശേഷം ഈ മഴ പെയ്താൽ പോരായിരുന്നോ? എന്തിനാ ഇപ്പോൾ പെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു മറുപടി, ഒരു വർത്തമാനം, അത് പ്രിയപ്പെട്ട ഉമ്മാന്റെ ഭാഗത്ത് നിന്നല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കണ്ട. അത് വല്ലാത്ത വാത്സല്യമാണ്, അത് വല്ലാത്ത സ്നേഹവസന്തമാണ്, വാത്സല്യത്തിന്റെ ഖനിയാണ്. ആ ഉമ്മാന്റെ കാൽപാദത്തിൽ ആ സ്വർഗമെന്ന് വെറുതെ പറഞ്ഞതല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തിലൊന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പല വിഷയങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. ഇതിനോടൊന്ന് ചേർത്ത് വായിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ ഒരു ആയത്ത്.
നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ അതിന്റെ ഗൗരവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഇസ്രാഇന്റെ 23, 24 ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തുന്നു. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന പറയുന്നത് മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ വിധി വന്നിരിക്കുകയാ. വഖദാ റബ്ബുക പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തുകയാ. കഴിഞ്ഞുപോയ കാലത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തുകയാ. എന്തിനാണത്? അത്രയും കംപ്ലീറ്റ് ആണ് ആ വിഷയം. അതിനപ്പുറത്താർക്കും പറയാൻ പറ്റൂല, അതിനപ്പുറത്താർക്കും വിധിക്കാൻ പറ്റൂല. വഖദാ റബ്ബുക അല്ലാഹു വിധിച്ചിരിക്കുന്നു, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിന്റെ നാഥൻ ഉറപ്പിച്ച് വിധിച്ചിരിക്കുന്നു. എന്താണ്? അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, അവനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്, അവനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ ബഹുദൈവ ആരാധകരിൽ പെട്ടുപോകരുതെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും വലിയ ഗൗരവപ്പെട്ട വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, ആ വിഷയം നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ ഖുർആൻ തുടരുകയാ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. വളരെ ഗൗരവത്തിലൊന്ന് ഓർക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ഒരാളോ അവരിൽ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ പ്രായാധിക്യത്തിലെത്തിയാൽ, പ്രായം ചെന്നവനായിട്ട് നിന്റെ അടുത്തെത്തിയാൽ, വാർദ്ധക്യ അവസ്ഥയിലുള്ള മാതാവോ പിതാവോ അവർ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ അവരെത്തിയാൽ, നിന്റെ അടുക്കൽ അവരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണേ, ഏറ്റവും കൂടുതൽ മാന്യമായിട്ട് സംസാരിക്കേണ്ട സമയം അപ്പോഴല്ലേ, ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സമയം അപ്പോഴല്ലേ. കാരണം നമുക്ക് വകതിരിവില്ലാതിരുന്ന സമയം, നമുക്കൊന്നും അറിയാതിരുന്ന സമയം, നമുക്ക് വേണ്ടതെല്ലാം നൽകിയപ്പോൾ, വേണ്ടതെല്ലാം അറിയിച്ചു തന്നപ്പോൾ, പ്രയാസങ്ങൾ ആരോടും ചോദിക്കാതെ നെഞ്ചിലേക്ക് ഏറ്റിയപ്പോൾ, പാതിരാ സമയത്ത് നിന്റെ മുഖം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടന്നപ്പോൾ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ പണി കഴിഞ്ഞിട്ട് വന്ന് പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് വന്ന് ഉമ്മയതാ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞു തൊട്ടിയില്ല, ഉമ്മ ഇതുവരെയും ഒന്നും ഇരുന്നിട്ടില്ല. നമ്മളിങ്ങനെ ആടുമ്പോൾ ആ ആട്ടം നോക്കി നമ്മുടെ മുഖം നോക്കി നിൽക്കുന്ന ഉമ്മ, ആ ഉമ്മയതാ ആംഗ്യം കാണിക്കുകയാ നമ്മുടെ ഉപ്പയോട്. നമ്മുടെ മോനെ കണ്ടോ, നമ്മുടെ മോളെ കണ്ടോ? ആ പാവപ്പെട്ടവന് പണി കഴിഞ്ഞ് പ്രയാസം സഹിച്ച് ക്ഷീണിതനായി വരുമ്പോൾ ഏതെല്ലാമോ പാതിരാത്രികളിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ആ തൊട്ടിയോട് ഒപ്പിച്ചു വെച്ചുകൊണ്ട്, ആ തൊട്ടിയോട് ചേർത്ത് വെച്ചുകൊണ്ട്, ആ തുണിയും നിന്നെടുക്കാതെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞിളം കാലുകളിൽ ഉമ്മ വെച്ച ഉപ്പാന്റെ ആ ഹൃദയത്തിന്റെ വേദന അറിയുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദര? നമുക്ക് ചുടുചുംബനം പാതിരാ സമയത്ത് പണി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തന്നപ്പോൾ ആ സ്നേഹത്തെ നമ്മൾ അറിയുന്നുണ്ടോ? അതുകൊണ്ട് അവർ പ്രായം ചെന്ന് കഴിയുമ്പോൾ നീ കുട്ടിക്കാലത്ത് വകതിരിവില്ലാത്തതുപോലെ പല അംഗങ്ങളും പല രൂപങ്ങളും അവരിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അപ്പോഴാണ് നീ ഗൗരവത്തോടെ അവരെ പരിചരിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ. ആ രൂപത്തിലെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഫലാ തഖുൽ ലഹുമാ ഉഫ്. നിനക്ക് വെറുപ്പുള്ളത് പലതും കാണാൻ പറ്റും, മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ ഖുർആന്റെ ഒരു ധ്വനിയാണ്, മറന്നു പോകണ്ട. നിനക്ക് ദേഷ്യം വരുന്നത് പലതും കണ്ടുപോകും, നിനക്ക് വെറുപ്പുള്ള പലതും കണ്ടുപോകും. പക്ഷേ പൊന്നുമോനെ പൊന്നുമോളെ എന്ന് പോലും നീ പറയരുതേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ഫലാ തഖുൽ ലഹുമാ ഉഫ്, എന്ന് പോലും പറയരുത്. സാധാരണ ഒരു ചെറിയ വെറുപ്പുള്ള ഒരു വിഷയം വരുമ്പോൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലും പ്രിയ
പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ മുഖത്ത് നോക്കി ഇപ്പൊ നീ പറഞ്ഞു പോകരുത് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ നിർത്തുന്നില്ല. വലാ തൻഹറുമാ, അവരെ നീ എതിർക്കരുത്, അവരോട് നീ കയർക്കരുത്, അവരോട് നീ കയർത്ത് സംസാരിക്കരുത്, അവരോട് നീ എതിർത്ത് സംസാരിക്കരുത്, അവരെ നീ ഓവർടേക്ക് ചെയ്യരുത്. അവര് പറയുന്ന അഭിപ്രായം നിനക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും നീ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹവാത്സല്യത്തോടെ സന്തോഷത്തോടെ നീ അവരോട് മറുപടി പറയണം കേട്ടോ. പോരാ, അവരോട് എങ്ങനെയാണ് നീ സംസാരിക്കേണ്ടത്? ഖുർആന്റെ പാഠഭാഗമാ പഠിച്ചോ. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ സംസാരം വേണം കേട്ടോ, മാന്യമായ സംസാരം വേണം കേട്ടോ, മഹത്വമുള്ള സംസാരം വേണം കേട്ടോ, മാതൃഹൃദയത്തിൽ നിന്ന് പ്രയാസം പൊടിയാത്ത സംസാരം വേണം കേട്ടോ, മാതാവിന്റെ ഹൃദയം സന്തോഷിക്കുന്ന സംസാരം വേണം കേട്ടോ. പോരാ, വഖ്ഫുദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നീ വിരിച്ചു കൊടുക്കണേ, കാരുണ്യത്തോടെ നീ വർദ്ധിക്കണേ, കരുണയോടെ നീ അവരോട് ഇടപെടണേ, കരുണയോടെ അവരെ നീ കാണണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോരാ, അവരോടുള്ള പ്രധാനപ്പെട്ട ഒരു കടമയും കൂടി ഖുർആൻ പറഞ്ഞു പൂർത്തിയാക്കുന്നു. വഖുല്ലഹുമാ ഖൗഖുവ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ പദപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണേ. എങ്ങനെയാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാ മാതാപിതാക്കൾക്ക് നിങ്ങൾ പ്രാർത്ഥന നടത്തേണ്ടത്? കേവലം അവർക്ക് പുറത്തു കൊടുക്കണേ എന്നല്ല, അവരോട് കരുണ കാണിക്കണേ എന്നല്ല. അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹ് ചെറുപ്പകാലത്ത് ഞങ്ങളെ പ്രയാസം സഹിച്ചു പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കടാക്ഷങ്ങൾ നൽകണേ എന്നാ പറയേണ്ടത്. അത്രയും വലിയ കണക്ട് ചെയ്തുകൊണ്ടോ നമ്മൾക്ക് വേണ്ടിയിട്ട് ആ മാതാപിതാക്കൾ സഹിച്ച പ്രയാസം പറഞ്ഞുകൊണ്ടാ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഉമ്മാനോടുള്ള ഉമ്മാന്റെ വിഷയം, ഉമ്മാന്റെ ഖിദ്മത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരോട് നടത്തുന്ന സേവനം മുമ്പിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത സേവനം ഖിദ്മ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഖബൂലിയത്തുണ്ടാകും, ഇജാബത്തുണ്ടാകും. മുഹമ്മദ് മുസ്തഫ ഉമ്മാനോട് ഉപ്പാനോട് നമ്മൾ ചെയ്യുന്ന സേവനം മുമ്പിൽ വെച്ച് തവസ്സുലാക്കി ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സഹാബികൾ ഇരിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നു. മൂന്നാളുകൾ ഒരു ഗുഹയിൽ നടന്ന കേറിയ സംഭവം. വനാന്തരത്തിലൂടെ കടന്നുപോയപ്പോൾ ക്ഷീണിതരായ മൂന്നാളുകൾ, പാവപ്പെട്ട മൂന്ന് സത്യവിശ്വാസികൾ, അവർ വിശ്രമിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ഗുഹ കണ്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അകത്തിരിക്കാൻ അത്യാവശ്യം സീറ്റുണ്ട്, ഇതൊക്കെ പോകണമെന്ന് വിചാരിക്കുമ്പോൾ എപ്പോഴും പോകും, അതിന് വിഷമമൊന്നുമില്ല. അതുകൊണ്ട് നിൽക്കുന്ന പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ ഉള്ള സീറ്റിലേക്ക് കടന്നിരുന്നാൽ ഇൽമിന്റെ സദസ്സ്. ഇതാരെയും ജയിപ്പിക്കാനുള്ളതല്ല, ആരെയും പരാജയപ്പെടുത്താനുള്ളതല്ല, ആരെയും സന്തോഷിപ്പിക്കാനുള്ളതല്ല, ആരെയും വേദനിപ്പിക്കാനുമുള്ളതല്ല, ആർക്കും വോട്ട് പിടിക്കാനും വോട്ട് കുറയ്ക്കാനുമുള്ളതല്ല. ഇത് പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി പരലോകത്തിലേക്ക് കടക്കുമ്പോൾ സന്തോഷത്തോടെ കടന്നു പോകാനുള്ള ഒരു വർത്തമാനമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ ഹൃദയം അല്ലാഹു നന്നാക്കുമാറാകട്ടെ, നമ്മുടെ മനസ്സും വജസ്സും ഒന്നാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് മൂന്നാളുകൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ കടന്നു. ഗുഹയിൽ കടന്നപ്പോൾ അവരിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഗുഹയുടെ മുഖത്തേക്ക്, അതിന്റെ വാതിലിലേക്ക്, അവർ കയറിയ വാതിലിലേക്ക് വലിയ ഒരു പാറ ഉരുണ്ടുവന്ന ആ ഗുഹയുടെ മുഖം കളഞ്ഞു. പറയുന്നതാരാ? മുഹമ്മദ് മുസ്തഫ. പഴങ്കഥ പറയാറില്ല, പഴങ്കഥ പറയാറില്ല, കേട്ടാസ്വദിക്കാൻ കള്ളത്തിന്റെ ചുവ പോലുമുള്ള ഒരൊറ്റ വർത്തമാനം പോലും പറയില്ല. മുസ്തഫ മുഹമ്മദ് സഹാബികൾക്ക് വിവരിച്ചു കൊടുക്കും. നോക്കുമ്പോൾ ആ ഗുഹയുടെ മുഖത്ത് വന്ന് പാറ വന്നടഞ്ഞു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ബേജാറായി. ഒരാൾ ചാടി എഴുന്നേറ്റ് തെള്ളി നോക്കി, അനക്കമില്ല. കാരണം ഈ പാറ ഇങ്ങനെ വന്നടഞ്ഞാൽ പുറത്തു പോകാൻ പറ്റില്ലല്ലോ. ബേജാറായി പോയി, ഇരുള് വന്നുപോയി.
ശ്വാസം മുട്ടി ചാവുന്ന രൂപത്തിലുള്ള പ്രയാസ വിഹ്വലതകൾ അവർ അകപ്പെട്ടു പോയി. പാറാനങ്ങുന്നില്ല. 3 പേര് അവരുടെ മുഴുവൻ ആരോഗ്യവും സംഭരിച്ചുകൊണ്ട് തെള്ളി നോക്കി, പാറ ചലിക്കുന്നില്ല. എന്താ ചെയ്യുക അല്ലാഹുവേ? ഗുഹയുടെ ഉള്ളിൽ കിടന്ന് വെന്തുരുകിനങ്ങൾ പട്ടിണി കിടന്ന് ശ്വാസം കിട്ടാതെ പൈതാഹമടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുമോ, പ്രയാസപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച് വിലപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ഹൃദയാന്തരാളത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്തില്ല, കരുണക്കാരനാണ് അല്ലാഹു, കാരുണ്യവാണ് അല്ലാഹു. അല്ലാഹു എന്തെങ്കിലും കരുണ ചെയ്യാതിരിക്കൂല എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പെട്ടെന്ന് പറയുകയാണ്, 3 ആളുകളും കൂടി ഒരു തീരുമാനത്തിലെത്തി. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായി ചെയ്ത കർമ്മത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രയാസം മാറ്റിത്തരണം. മനസ്സിലായോ? ഈ 3 ആളുകളുടെയും ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കർമ്മം പടച്ച തമ്പുരാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ പ്രയാസം സഹിച്ചുകൊണ്ട് ചെയ്ത ആ കർമ്മം ഇങ്ങനെ പറഞ്ഞിട്ട്, പടച്ചവനെ ഈ കർമ്മം ചെയ്തതിന്റെ തൃപ്തിക്ക് വേണ്ടി ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആരക്കാൻ അവർ തീരുമാനിച്ചു. 2 ആളുകൾ പ്രാർത്ഥന നടത്തി. അല്പം ഗുഹയുടെ മുഖത്ത് വന്നടഞ്ഞിട്ടുള്ള പാറ നീങ്ങി. പക്ഷേ പ്രാർത്ഥനയ്ക്കും കൂടി അവസരമുണ്ട്, എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. 3-ാമൻ പറയുന്നു, നാഥനായ അല്ലാഹ്, ഉടമസ്ഥനായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, തമ്പുരാനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സ്നേഹത്തണലായ ഉമ്മ, വാത്സല്യനിധിയായ ഉമ്മ എന്റെ വീട്ടിൽ കിടപ്പാണ് അല്ലാഹ്. ആ ഉമ്മയ്ക്ക് രോഗമുണ്ട്, പ്രയാസമുണ്ട്, കിടക്കുകയാ. ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ, ഞാൻ പാല് കൊണ്ടുവരുമ്പോൾ എന്റെ ഉമ്മാനെ ഞാൻ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് ഈ കരങ്ങളിൽ ഇങ്ങനെ താങ്ങിയിരുത്തിയിട്ട് എന്റെ പൊന്നുമ്മായുടെ വായിലേക്ക് ഞാൻ ഇങ്ങനെ പാലൊഴിച്ചു കൊടുത്തിട്ട് ആ സന്തോഷമുള്ള മുഖം നോക്കി ഞാൻ ഇരിക്കാറുണ്ട്. യാ അല്ലാഹ്, എന്റെ ഉമ്മാന്റെ വിശപ്പും ദാഹവും അടക്കിയിട്ട പട്ടിണി കിടന്ന് പൊരിഞ്ഞ് കരയുന്ന എന്റെ പൊന്നോമനകൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുള്ളത്, എന്റെ ഭാര്യയെ ഞാൻ ഭക്ഷിപ്പിച്ചിട്ടുള്ളത് ഈ ഉമ്മാന്റെ വിശപ്പും ദാഹവും അടക്കിയിട്ട. അറിയണേ എന്റെ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ പ്രാർത്ഥനാ നിരതനായി കൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുമ്പില് ആ ഗുഹയുടെ ഉള്ളിൽ ദുആരക്കോയാ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹ്, ഞാൻ ഒരു ദിവസം വരാൻ വൈകിയപ്പോൾ എന്റെ ഉമ്മ ഉറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്താനുള്ള ശേഷി എനിക്കില്ല, അതിനുള്ള കരുത്ത് എനിക്കില്ല. ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ഞാനിരുന്നു. ഉമ്മ ഉണരുന്നത് എപ്പോഴാ? അപ്പോൾ ഈ പാല് കൊടുത്തിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് മടങ്ങുകയുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ ഉമ്മാന്റെ അടുക്കലിരിക്കുമ്പോ അതാ കരച്ചിൽ കേൾക്കുന്നു, നിലവിളി കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ പൊന്നോമന മക്കളാണല്ലോ. എന്റെ പൊന്നോമനകൾ കരയുകയാ. പക്ഷേ അവരുടെ വിശപ്പിന്റെ വിളിയാളം എന്റെ വിരിമാറിൽ ഒരു പ്രതിസന്ധിയും സൃഷ്ടിച്ചില്ല. എന്റെ ഉമ്മാനെ കുടിപ്പിച്ചിട്ട് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കൂ, എന്റെ ഉമ്മാനെ കൊടുത്തിട്ട് ഞാൻ എന്റെ ഭാര്യക്ക് നൽകുകയുള്ളൂ. അങ്ങനെ ഇരുന്നിരുന്ന അവസാനം സുബഹിയോടടുത്ത സമയമായപ്പോൾ പാതിരാവിലെ കാതോർത്തിരുന്നു. ഉമ്മയുടെ മിടികളിലേക്ക് നോക്കിയിരുന്നു. അല്ലാഹ്, ഉമ്മ ഉണരുമോ ഈ പാല് കുടിപ്പിക്കണം എന്ന നിലക്ക് കാത്തിരുന്നു. സുബഹിയോടടുത്ത സമയമായപ്പോൾ ഉമ്മ ഉണർന്നു നോക്കുമ്പോൾ പൊന്നുമോന് പാലുമായിട്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മായിക്ക് ഞാൻ പാല് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്റെ മക്കൾ ഉറങ്ങിപ്പോയി. വിശന്ന് ഉറങ്ങിപ്പോയ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ വിളിച്ചുണർത്തിയിട്ട് ആ മക്കൾക്ക് അപ്പോഴാണ് ഞാൻ പാല് കൊടുത്തിട്ടുള്ളത്. എന്റെ ഭാര്യയുടെ വിശപ്പും ദാഹവും അടക്കിയത് അപ്പോഴാണ്. തമ്പുരാനെ, എന്റെ മാതാവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്, ആ മാതാവിനോടുള്ള മഹത്വം മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ കർമ്മം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ പാറ നീ നീക്കി തരണേ അല്ലാഹ്.
ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ, അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ. വെറുതെയല്ല പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാവിനോട് ചെയ്തിട്ടുള്ള ഖിദ്മത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ദ്വാരക്കുമ്പോൾ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ഗുഹയുടെ പ്രയാസം മാറി അവർ പുറത്തു കടന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കേവലം 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 ആ ഉമ്മാന്റെ വിഷയം വിശുദ്ധമായ ഖുർആനിൽ മാത്രമല്ല, ഹദീസിൽ മാത്രമല്ല, സമകാലികരോ ഗതകാലത്തിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ മാത്രമല്ല പരിചയപ്പെടുത്തുന്നത്. ഒന്ന് കേൾക്കണേ. ഖദ് ദക്കറല്ലാഹു തആല ഫി തൗറാത്തി വൽ ഇൻജീലി വസ്സബൂരി വൽ ഖുർആനി വജമീഇ കുതുബിഹി വഅമറ ഫീ ജമീഇഹാ വഔഹാ ഇലാ ജമീഇ റുസുലിഹി യജ്അലു റിളാൽ വാലിദൈൻ വസുഖ്തഹു ഫീ സുഖ്തിൽ വാലിദൈൻ. അറിയണേ, വിശുദ്ധമായ ഖുർആനിൽ മാത്രമല്ല, അല്ലാഹു തആല പറയുകയാ തൗറാത്തിൽ, ഇൻജീലിൽ, സബൂറിൽ, വിശുദ്ധ ഖുർആനിൽ വജമീഇ കുതുബിഹി മുഴുവൻ കിതാബുകളിലും വഅമറ ഫീ ജമീഇഹാ മുഴുവൻ കിതാബുകളിലും അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. വഔഹാ ഇലാ ജമീഇ റുസുലിഹി മുഴുവൻ അംബിയാ മുർസലീങ്ങളിലേക്കും അല്ലാഹു സന്ദേശം അറിയിച്ചിട്ടുണ്ട്. എന്താണ് സന്ദേശം? എന്താണ് സന്ദേശം? മറന്നു പോകല്ലേ കൂട്ടരേ. യജ്അലു റിളാ, അല്ലാഹുവിന്റെ തൃപ്തിയാക്കിയിരിക്കുന്നത് എവിടെയാ? റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാ. വസുഖ്തഹു, അല്ലാഹുവിന്റെ കോപത്തെ അല്ലാഹു അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാ? ഫീ സുഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപത്തിലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഗൗരവത്തോടൊന്ന് ചിന്തിച്ചോ. ഏതെങ്കിലും ഉമ്മ ഉപ്പമാരോട്, ഏതെങ്കിലും ഉമ്മാനോട് നീ കയർത്തിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ, നീ കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ, ആ ഉമ്മാന്റെ കൈപിടിച്ചു നീ പൊട്ടിക്കരഞ്ഞു ദ്വാരന്നോ പൊന്നുമോനെ? നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ പൊന്നുമോള്? പരലോകത്തിൽ പരിശുദ്ധ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ടോ പൊന്നുമോള്? ആ ഉമ്മാന്റെ കൈപിടിച്ചുകൊണ്ട് കരഞ്ഞോ കരഞ്ഞോ കരഞ്ഞോ. അവർക്കൊന്നും വരാനില്ല, അവർക്കൊന്നും വരാനില്ല. അവരുടെ ദർജ കൂടുകയേ ഉള്ളൂ, അവർക്കൊരു കുറവും വരൂല. പക്ഷേ കുറവ് വരുന്നത് നിനക്കാ. റൂഹ് നീ പിരിയുമ്പോൾ ഈമാൻ കിട്ടൂല പൊന്നുമോനെ. റൂഹ് പിരിഞ്ഞ് നീ മരണപ്പെട്ട് ഖബറിൽ വരുമ്പോൾ ആ ഖബറിൽ സമാധാനം ഉണ്ടാവൂല പൊന്നുമോളെ. പരലോകത്ത് ചെല്ലുമ്പോൾ നിനക്ക് വല്ലാതെ പരദാഹം കൊണ്ട് നീ നെട്ടോട്ടമോടും പൊന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, വിശ്വസ്യ മാതാവിനോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് ഞങ്ങൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അവരാണ് ഞങ്ങളുടെ സ്വർഗം, അവരാണ് ഞങ്ങളുടെ സ്വർഗം. നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ആ ഉമ്മാനോടുള്ള ഖിദ്മത്തിനേക്കാളും വലിയ സൽക്കർമ്മ ഈ ലോകത്തില്ല. കൂട്ടത്തിൽ പറയുന്നു, അതിൽപ്പെട്ട ഒരു സൽക്കർമ്മം അൽഹംദുലില്ലാഹ് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നല്ല നിലയ്ക്ക് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുള്ളവർ, പ്രത്യേകിച്ച് ഒരാൾ എഴുന്നേക്കരുത്. ഇനി ഇരിക്കുന്ന ഒരാളും എഴുന്നേക്കാൻ പാടില്ല. നമ്മൾ പ്രയാസപ്പെടുത്തില്ല, കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടി. ഇനി ആരെങ്കിലും എഴുന്നേറ്റാൽ ഞാൻ വിളിക്കും, പക്ഷെ എനിക്കുണ്ട് അത്യാവശ്യം പോയിട്ട് വരാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എഴുന്നേക്കരുത്. കാരണം ദുആ കഴിഞ്ഞിട്ടല്ലാതെ ഒരാളും പോകും, പ്രാർത്ഥിച്ചിട്ടല്ലാതെ. കുറച്ച് വിഷയങ്ങൾ പറയാനുണ്ട്, ഞാൻ പറയുന്നു. നമ്മുടെ ഖാലിദ് അൽഹംദുലില്ലാഹ് നല്ല സ്വീകരണവും അവരുടെ വീട്ടിലാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകണം. നിഷ്കളങ്കനായ ഹാജി അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. നല്ല നിഷ്കളങ്കരായ ആളുകൾ അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. ധാരാളം പ്രാർത്ഥന കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ചവനെ, പരിശുദ്ധമായ നിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും വിഷയങ്ങളും വിഷമങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. എല്ലാ ആളുകളും മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളുടെ ഖബറിലേക്ക് നിയ്യത്ത് ചെയ്ത് അതിൽ നല്ലൊരു ഹദീസ്, ഉമ്മാനോടുള്ള സ്നേഹം, ഉപ്പാനോടുള്ള സ്നേഹം ഇപ്പൊ കാണാം. മരണപ്പെട്ടു പോവാത്തൊരു ചെയ്യേണ്ടെന്നല്ല. ആ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ രോഗങ്ങളും പ്രയാസവും മാറിക്കിട്ടാൽ നല്ല. ആദ്യം മറ്റേ മരണപ്പെട്ടത് പറയാനുള്ള കാരണം നല്ലൊരു അവസരമാണ്. ഞാൻ പോയിന്റ് ഇടയ്ക്ക് പറഞ്ഞിരുന്നു, പഠിച്ചവനെ മാതാപിതാക്കൾ മരിച്ചുപോയല്ലോ, ഇനി ഞാനിപ്പോ എന്താ ചെയ്യുക? നമ്മളിപ്പോ ചെയ്യാനുള്ള കടമകളിൽപ്പെട്ട ഒരു കടമയെ ബാക്കി ഞാൻ പറയാം. ഇപ്പൊ സന്ദർഭോചിതമായതുകൊണ്ട് ഞാൻ അതിൽ നിന്നും അടർത്തിയെടുത്തത് മാത്രം. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പൊരുത്തം മേടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ചെറിയ ഒരു കടമയാണ് ആ കടമകളുടെ കൂട്ടത്തിൽപ്പെട്ടത്. അത് മാർഗമായിട്ട് ചെയ്യുന്നു. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. നീ
ഏതൊക്കെ പ്രതിഫലം ആഗ്രഹിച്ച് ഏതെല്ലാം പോരാട്ടത്തിൽ ഇറങ്ങിയാലും വീട്ടിലുള്ള സ്വർഗം നീ മറന്നു പോകരുത്. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ത്വൽഹത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാ. മഹാനായ സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പോരാട്ട പോർക്കളത്തിലേക്ക് രണഭൂമിയിലേക്ക് എനിക്ക് ഇറങ്ങണം യാ റസൂലല്ലാഹ്, എനിക്ക് യുദ്ധത്തിനുള്ള അനുവാദം തരണം യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോരെ, സ്വർഗ്ഗം കൊതിച്ചെന്റെ മുമ്പിൽ വന്നിട്ട് യുദ്ധത്തിന് പോകാനുള്ള അനുമതി ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്വഹാബി, നിന്നോട് ഞാനൊന്ന് ചോദിക്കുകയാ, വീട്ടിൽ ആരൊക്കെയാണുള്ളത്? പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഒന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങളുടെ ചോദ്യം കണ്ടോ? വീട്ടിൽ ആരാണുള്ളത്? വീട്ടിൽ ആരാണുള്ളത്? ഉടൻ തന്നെ സ്വഹാബി പറയുകയാണ്, യാ ഹബീബല്ലാഹ്, എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോ, പ്രിയപ്പെട്ട ഉമ്മയുടെ അവസ്ഥ വല്ലാത്ത പ്രയാസത്തിലാ. ഞാൻ ചെന്നിട്ട് വേണം ഉമ്മാന് ഭക്ഷണം നൽകാൻ, ഉമ്മാനെ ശുശ്രൂഷിക്കാൻ. ഞാനുള്ളത് ഉമ്മായിക്കൊരു തണുപ്പും തണലുമാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് എന്താണെന്നറിയുമോ? സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ സ്വന്തം ബന്ധം വിച്ഛേദിക്കപ്പെട്ട് രക്തസാക്ഷിയുടെ പട്ടികയിലേക്ക് പാറി പറന്നുകൊണ്ട് പരിശുദ്ധമായ സ്വർഗം പുൽകുന്നതിനേക്കാൾ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാലോചിക്കണേ, മുത്തുനബിയുടെ മുത്തുമണികളും മനസ്സിലൊന്ന് സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കടന്നുപോ കടന്നുപോ കടന്നുപോ. വീട്ടിലുള്ള ഉമ്മാനെ നീ ഖിദ്മ ചെയ്തോ, വീട്ടിലുള്ള ഉമ്മാനെ നീ പരിരക്ഷിച്ചോ, വീട്ടിലുള്ള ഉമ്മാനെ നീ ശുശ്രൂഷിച്ചോ. അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യുമ്പോൾ നിന്റെ വീട്ടിലാണ് സ്വർഗം. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അപ്പൊ വീട്ടിലുള്ള സ്വർഗം വെച്ചിട്ട് ആ സ്വർഗത്തെ പരിരക്ഷിക്കാതെ പരിഗണിക്കാതെ ഏതൊക്കെ വലിയ ദുആ സമ്മേളനത്തിന് പോയിട്ടും കാര്യമില്ല. ഞാൻ തുറന്നു പറയാ, ഹക്ക് പറയുന്നതിന് ഇപ്പൊ പേടിക്കണ്ട. നീ എത്ര വലിയ ധന എവിടെ കൊണ്ട് കൊടുത്തിട്ടും കാര്യമില്ല. നീ എത്ര വട്ടം ഹജ്ജിന് പോയി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എത്ര വട്ടം ഹബീബായ പ്രവാചക പുണ്യവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ചാരത്ത് നീ പോയി ഒരു കോടി സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇൻഷാ അല്ലാഹ് സംഭവം പറയുമ്പോൾ അത് ബോധ്യപ്പെടും. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അധ്യാപനത്തിൽ നിന്നാ പറയുന്നത്, മറ്റൊരു ഇബാദത്ത് കൊണ്ടും പ്രിയപ്പെട്ട ഉമ്മാനോട് ഉള്ള കടമയും കടപ്പാടും നിർവഹിക്കാതെ നീ ഹജ്ജിന്റെ എണ്ണം പറഞ്ഞത് കൊണ്ട് പടച്ചവന്റെ അടുത്തൊന്നും കിട്ടൂല. അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത് മാതാപിതാക്കളുടെ തൃപ്തിയില്ല. അല്ലാഹുവിന്റെ കോപവും ദേഷ്യവും ഉള്ളത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിലും വിഷമിപ്പിക്കുന്നതിലുമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേവലം പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം മാത്രമല്ല, മാതാക്കളെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാത്ത ലോകത്തിൽ ഒരു ആചാര്യനുമില്ല, ഒരു അപ്പോസ്തലനുമില്ല. എല്ലാ ആധ്യാത്മിക തലങ്ങളിലും കടന്നുപോയിട്ടുള്ളവർ. എന്തിനാ ഏറ്റവും വലിയ കാട്ടാള ഹൃദയമായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത ചെയ്ത 80 ലക്ഷം മനുഷ്യരെ വിവിധങ്ങളായ രൂപത്തിൽ അറും കൊല ചെയ്തു കളഞ്ഞ ഹിറ്റ്ലർ, അത്രയും വലിയ കരിമ്പാറയെക്കാളും കടുപ്പമുള്ള ആ മനുഷ്യൻ പോലും തന്റെ മേങ്കാവി എന്ന് പറയുന്ന ആത്മകഥയിൽ തന്റെ അമ്മയെ കുറിച്ച് 1-2 നല്ല വർത്താനങ്ങൾ പറയുന്നുണ്ട്. അച്ഛനോട് വലിയ ദേശീയമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വിഷയങ്ങളിൽ തന്നെയാണ് ഇത്രയും മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ട് വല്ലാതെ ഒരു പ്രതിസന്ധിയിലായിപ്പോയെന്ന് അദ്ദേഹം രേഖപ്പെടുന്നു. പക്ഷെ അമ്മയുടെ സ്നേഹം അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നത്, വാഴ്ത്തപ്പെട്ടവളായിട്ട് ലോകം അറിയപ്പെട്ടിട്ടുള്ള
അംഗീകാരവും ലഭിച്ചിട്ടുള്ള മദർ തെരേസ പറയുന്നുണ്ട്, ഈ ലോകത്ത് ക്ഷയവും അതുപോലെ ക്യാൻസറും മാരക ഭീകര ഭീപത്സ രോഗങ്ങളുമല്ല ഏറ്റവും വലിയ പ്രതിസന്ധികളും പ്രയാസവും സ്നേഹശൂന്യമായ വീടുകളാണ്. സ്നേഹമില്ലാത്ത, അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹമില്ലാത്ത, കൊടുക്കാൻ കഴിയാത്ത മക്കളുള്ള ആ വല്ലാത്ത ദുരന്തമാണ് ഏറ്റവും വലിയ ക്യാൻസറിനേക്കാൾ മാരകമെന്ന് മഹത്വം ഒരുപാട് മഹത്വം ആലോകർ പറഞ്ഞ മദർ തെരേസ പോരാ. ഷേക്സ്പിയർ കേൾക്കാത്ത ഒരൊറ്റാളും ഉണ്ടാവില്ല. ചരിത്ര വിദ്യാർത്ഥികൾ, സാഹിത്യ വിദ്യാർത്ഥികൾ, സാഹിത്യം പഠിക്കുന്നവർ, ലിറ്ററേച്ചറുമായി ബന്ധപ്പെടുന്നവർ ഷേക്സ്പിയറെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാകും. ആ ഷേക്സ്പിയർ പറയുന്നൊന്ന് ശ്രദ്ധിച്ചോ, ഉമ്മയുടെ മടിത്തട്ടിനേക്കാൾ മാർദ്ദവമുള്ള തലയുന്ന ലോകത്തില്ല. ഒരു ദിവസം ചർച്ച ചെയ്യാനുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വിക്ടർ ഹൂഗോ പറയുന്നു, സ്നേഹത്താൽ പണിയപ്പെട്ട മാതൃകരങ്ങളെക്കാൾ കുഞ്ഞിനുറങ്ങാൻ സുഖമമായ മറ്റൊരിടം ഈ പ്രപഞ്ചത്തിലില്ല. ലോകത്തിലെല്ലാവരും, എല്ലാ ആളുകളും മാതാവിന്റെ മഹത്വം പറയാത്ത ഒരൊറ്റ മനുഷ്യനും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഏതൊക്കെ മഹത്വമുള്ളവരെ എടുത്ത് പരിശോധിച്ചാലും മടിത്തട്ടിൽ കളിച്ചു വളർന്നവരാണ്, ഒരമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടുള്ളവരാണ്, ഒരമ്മയുടെ വാത്സല്യത്തിന്റെ തണലിൽ കൂടി കഴിഞ്ഞു കിടന്നവരാണ്. എത്രയോ പ്രവാചകന്മാർ ഉമ്മയായിട്ടുള്ളത് ആ മാതാവിന്റെ മടിത്തട്ടിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് അള്ളാഹുവിന്റെ ശ്രേഷ്ഠ പ്രവാചകന്മാർ. 99.99% ആളുകളും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു തആല മാതാവിനോടുള്ള മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ ഞാനൊരു പരാമർശം ഓർമ്മപ്പെടുത്തി. എത്ര വലിയ ഹജ്ജ് ചെയ്താലും പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ, അവരുടെ തൃപ്തിയില്ലെങ്കിൽ, അവരെ പരിരക്ഷിക്കാതെയാണ് നീ ഹജ്ജിന് പോകുന്നതെങ്കിൽ, പുണ്യപ്രവാചകരുടെ മാലോകരുടെ മുഴുവനും മനത്തലങ്ങളിൽ മാരിവില്ലിന്റെ മാതൃകയിൽ മനോഹരമായ മഹിതമായ സ്നേഹവർണ്ണ പകർച്ചകളെ അടയാളപ്പെടുത്തിയ പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി കിട്ടൂല. അറിയണം നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വഹാബികളോട് പറയുന്ന കൂട്ടത്തിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഉമറുൽ ഫാറൂഖ് എന്താ പറയുന്നത്? ഹബീബായ നബി തങ്ങൾ പറയുകയാ, യമൻ രാജ്യത്തിൽ ഖർൻ പ്രവിശ്യയിൽപ്പെട്ട ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടാൽ എന്റെ സലാം പറയണേ മക്കളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുക, എന്റെ സലാം പറയണം. ആ ചെറുപ്പക്കാരനോട് എന്റെ സലാം പറയണം. ഉമറേ, നീ ആ ചെറുപ്പക്കാരനെ കണ്ടാൽ മുസാഫഹത്ത് ചെയ്യണം. ഉമറേ, ആ ചെറുപ്പക്കാരൻ പടച്ച തമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് നിന്റെ പാപമോചനത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരൻ ഉവൈസിനെ കൊണ്ട് നീ പ്രാർത്ഥിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ്. റസൂലിന്റെ ചാരത്ത് ജീവിച്ച ഞങ്ങൾക്കില്ലാത്തൊരു വല്ലാതെ ആ വിഷയം കേട്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു. പിന്നെ യമൻ പ്രവിശ്യയിൽ നിന്നും ഏത് കച്ചവടക്കാർ വന്നാലും ഉടനെ അവരെയൊക്കെ വിളിച്ചു ചോദിക്കും, ഉവൈസിനെ അറിയുമോ? അടയാളം കൂടെ പറഞ്ഞു കൊടുത്തു. ഉവൈസിന്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് അടയാളം പോലെയുള്ള ഒരു നാണയത്തൊട്ടിന്റെ അത്രയും ഒരു അടയാളമുണ്ട്. ഖർൻ പ്രവിശ്യക്കാരനാ, യമൻകാരനാ, അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചു ചെല്ലന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ റൗളയിൽ കിടന്ന് അല്ലാഹുവിന്റെ റസൂൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വിഷയം എത്ര കാലം കഴിഞ്ഞിട്ടും ഈ സമുദായം എന്റെ സമുദായം ചർച്ച ചെയ്യുന്നു എന്ന് ഹബീബായ നബി തങ്ങൾ അറിയട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പല ആളുകളെ കാണുമ്പോഴും യമനിൽ നിന്ന് ഏത് കച്ചവട സംഘം വന്നാലും ഓരോ ആളുകൾക്ക് ചോദിക്കും, ഉവൈസിനെ അറിയോ? ഉവൈസിനെ ആർക്കും അറിയില്ല.
അവസാനം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ യമനിൽ ഒരു സംഘം ചോദിക്കുന്നു, ഉവൈസ് ബിൻ ഉമർ നിങ്ങൾക്കറിയുമോ, ഹബീബായ നബി തങ്ങൾ ഇത്രയും മഹത്വപ്പെടുത്തി പറഞ്ഞൊരു മനുഷ്യനെ കണ്ടിട്ടില്ല, ഇന്ന് വരെയും അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടില്ല, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ടില്ല, റസൂലുള്ള കണ്ടുമുട്ടിയിട്ടില്ല, റസൂലുള്ളാഹിന്റെ സമകാലികനായി അതേ കാലത്ത് മറ്റൊരു പ്രദേശത്ത് ജീവിക്കുന്ന ഈ ഭാഗ്യവാനെ കുറിച്ച് ഞങ്ങൾക്കൊന്നറിയണം. ആരാണ് ഉവൈസ്? ആ കൂട്ടത്തിൽ പറയുന്നു, അങ്ങനെ ഒരാളുണ്ട്, ഇന്ന സ്ഥലത്താണ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റിപ്പോർട്ട് കിട്ടുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഓടിക്കതച്ചു വന്നുകൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, ഓ ഉവൈസ്, അസ്സലാമു അലൈക്കും യാ ഉവൈസ്, ഓ ഉവൈസ്, എൻ്റെ ഹബീബായ നബി തങ്ങൾ അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. മുത്തു റസൂലിന്റെ സലാം അറിയിച്ചുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങൾ കവർന്നുകൊണ്ട് എനിക്കൊന്ന് ദ്വാരക്കണേ, എനിക്കൊന്ന് ദ്വാരക്കണേ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതാരാ? രണ്ടാം ഖലീഫ ഉമർ അംദഫിൽ ജന്ന എന്ന പ്രവാചകൻ സ്വർഗത്തിലാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഭൂമിയുടെ പുറംതലയിൽ വെച്ച് തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ട മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഓ ഉവൈസേ, എന്താണ് പൊന്നുമോനെ, എന്താണ് പൊന്നുമോനെ നിനക്ക് ഇത്രയും പവർ വരാനുള്ള കാരണം? നിനക്ക് എന്താണ് ഇത്രയും പവർ വരാനുള്ള കാരണം? എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നീ യമനിൽ നീ താമസിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു തവണ പോലും ഹബീബായ നബി തങ്ങളുടെ സ്നേഹത്തീരത്ത് നീ വന്നണഞ്ഞിട്ടില്ലല്ലോ. പൂർണ്ണ ചന്ദ്രനെക്കാളും പ്രശോഭിക്കുന്ന സുന്ദരവദനം കാണാൻ നിന്റെ മനസ്സിൽ ആഗ്രഹം വന്നിട്ടില്ലേ? ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെയും മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിൽ പ്രശോഭിക്കുന്ന സുന്ദരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം നിന്റെ ഹൃദയാന്തരാളത്തിൽ ആർത്തിരം വീട്ടില്ലേ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തു റസൂലിനോട് എനിക്ക് പ്രണയമുണ്ട്. ഹബീബായ നബി തങ്ങൾ എൻ്റെ ഊണിലും ഉറക്കത്തിലുമുണ്ട്, എൻ്റെ കനവിലും നിലവിലുമുണ്ട്, എൻ്റെ ചലനത്തിലും നിശ്ചലനത്തിലുമുണ്ട്, എൻ്റെ അനക്കത്തിലും അടക്കത്തിലുമുണ്ട്. അനുരാഗത്തിന്റെ 1000 അലമാലകളിൽ ഞാൻ സഞ്ചരിക്കുന്നത്. ഹബീബെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകമായൊരു പ്രപഞ്ചമങ്ങ് തുറക്കുകയോ. ഹബീബിനോടുള്ള പ്രണയം പറയാൻ പറ്റാത്തതാ. പക്ഷേ മുത്തു റസൂൽ മദീനയുടെ ചാരത്ത് അവിടുത്തെ പരിശുദ്ധ തീരത്തും എത്തണമെന്ന് ഒന്നല്ല ഒരുപാട് തവണ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പോകാൻ നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയായ എന്റെ ചാരത്തുള്ളത്. ഈ ഉമ്മാനെ വിട്ടുപോയാൽ ഒന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഉമ്മാനെ വെറുപ്പിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എത്ര പാതിരാ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചക പുങ്കവരോട് സലാം പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് സലാം അടക്കൂല എന്ന് മാത്രമല്ല, മുത്തു റസൂലിന് നിന്നോട് ദേഷ്യവാ പൊന്നുമോനെ. ഈ സംഭവം തെളിയിക്കുന്നതാ. മറന്നു പോകണ്ട മനസാന്തരത്തിലൊന്ന് കോറിയിട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതങ്ങ് പറയുമ്പോ ഇത്രയും പവർ നിങ്ങൾ കൊണ്ട് എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉമ്മാന്റെ അടുത്ത് എന്റെ ഉമ്മ പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോ, വിവിധങ്ങളായ രോഗങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോ ഈ ഉമ്മാന്റെ ചാരത്ത് നിന്ന് മുത്തു റസൂലിന്റെ ചാരത്ത് ഞാൻ എത്തിയാൽ എന്റെ ഉമ്മാനെ ശുശ്രൂഷിക്കാൻ ആരുമില്ല, എന്റെ ഉമ്മാന്റെ അടുത്ത് ആരുമില്ല, ഉമ്മാന്റെ പൂർണ്ണ സമ്മതം എനിക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഹബീബിനോടുള്ള അനുരാഗം എന്റെ അകത്തളത്തിൽ ഒതുക്കി വെച്ചുകൊണ്ട് കാലങ്ങൾ ഇത്രയായി അവസരത്തിന് കാത്തിരുന്നത് എന്ന് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം പറയാൻ വേറെയുണ്ടോ? ഇതിനപ്പുറം ചിന്തിക്കാൻ വേറെയുണ്ടോ? സത്യവിശ്വാസികളെ, ഇതിനപ്പുറം ആലോചിക്കാൻ മറ്റൊരു പരാമർശമുണ്ടോ? അതുകൊണ്ട് മാതാവിനോടുള്ള സ്നേഹം, മാതാവിന്റെ വാത്സല്യം, സ്നേഹത്തണലായ ഉമ്മയുടെ വാത്സല്യ ലോകത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, പൊന്നുമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട്
അവശതയുള്ള ഉമ്മാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ പൊന്നുമ്മ ഒന്ന് പൊരുത്തപ്പെടണേ ഉമ്മ. ഞാൻ അറിയാതെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മാന്റെ മുമ്പിലൂടെ ഒരു കൂസലുമില്ലാതെ നടന്നു നീങ്ങുന്ന ആളുകൾ എത്രയാ. ഉമ്മാന്റെ മുമ്പിൽ കാലിന്മേൽ കാലം കയറ്റി വെച്ചിരിക്കുന്നവരെത്രയാ. ഉമ്മ എത്ര വട്ടം കടന്നു വന്നാലും ഒന്ന് എഴുന്നേൽക്കാനോ ഒന്ന് ചലിക്കാനോ ഒന്ന് തൊണ്ടയനക്കാൻ പോലും മര്യാദയില്ലാത്ത ഖിയാമത്ത് നാളിന്റെ അടയാളമായ മക്കൾ എത്രയാ. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിച്ചോ. കേവലം ഉമ്മാന്റെ മുഖത്ത് നോക്കുന്നത് മാത്രമല്ല ഇബാദത്ത് കേട്ടോ. ഉമ്മാന്റെ കാട്ടം ചുമന്നുകൊണ്ട് പോകുന്നത് ഇബാദത്ത്, അത് മാത്രമല്ല ഇബാദത്ത് കേട്ടോ. അറിയണേ, ചിന്തിക്കണേ. ആ ഉമ്മാന്റെ കാട്ടം നീ ചുമന്നുകൊണ്ടുപോയി പുറത്തേക്ക് കളയാൻ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും ദുർഗന്ധം വമിക്കുമ്പോൾ ആ ദുർഗന്ധം നിന്റെ നാസാരന്ധ്രങ്ങളിൽ കടന്നു കയറുമ്പോൾ ഒരിക്കലും നിനക്കത് ദുർഗന്ധമായി മാറാൻ പാടില്ല പൊന്നുമോനെ. അത് സുഗന്ധമായി മാറണം പൊന്നുമോള്, അത് സുഗന്ധമായി മാറണം പൊന്നുമോള്. കാരണം അതിന്റെ എന്തെങ്കിലും വിഷമം കൊണ്ടോ നീ തലതിരിച്ചു കളഞ്ഞാൽ, ആ കാട്ടത്തിന്റെ മുമ്പിൽ നീ ഒന്ന് തലതിരിച്ചു കളഞ്ഞാൽ പടച്ച തമ്പുരാൻ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും കേട്ടോ. മറന്നു പോകണ്ട, ഇസ്ലാമിന്റെ അധ്യാപനം മറന്നു പോകണ്ട. കാരണം നീ അതാ പ്രിയപ്പെട്ട ഉമ്മയുടെ കരങ്ങളിലേക്ക്, ശരീരഭാഗങ്ങളിലേക്ക് ഒന്നല്ല 1000 തവണ കാട്ടിച്ചപ്പോഴും ഉത്രിച്ചപ്പോഴും ഉമ്മാനത് പ്രയാസമുണ്ടായില്ല. ഏതെങ്കിലും ഒരു ഉമ്മ അവരുടെ മൂക്ക് തപ്പിയ ചരിത്രമുണ്ടോ? അവരുടെ മൂക്കത്ത് വിരൽ വെച്ച ചരിത്രമുണ്ടോ? ആ ഉമ്മ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ കാട്ടം ചുമന്നപ്പോൾ, നിനക്ക് വേണ്ടി പ്രയാസങ്ങൾ പേറിയപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ പകരം കൊടുക്കാൻ നിന്റെ അടുക്കൽ നല്ല വാക്കുകളെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ, നല്ല പെരുമാറ്റമെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ ചെറിയ കാര്യമാണോ? ദുരന്തം വില കൊടുത്തു വാങ്ങുകയല്ലേ, നരകം വില കൊടുത്തു വാങ്ങുകയല്ലേ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗളയിലേക്ക് സ്വലാത്ത് ഉറച്ചു ചൊല്ല്. മൗലായ സല്ലി വസല്ലിം സംഭവം കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞു ഞാൻ ചുരുക്കുക. ഉമ്മാനോടുള്ള സ്നേഹം ഞാൻ പറഞ്ഞു. മുസ്ലിം മാതാക്കൾക്ക് മാത്രമല്ല മക്കളോട് സ്നേഹമുള്ളത്, മനുഷ്യ മാതാക്കൾക്ക് മാത്രമല്ല മക്കളോട് സ്നേഹമുള്ളത്, മൃഗങ്ങളുടെ മാതാക്കൾക്ക് മാത്രമല്ല ലോകത്തിൽ ഇണകളായിട്ട് പടക്കപ്പെട്ടിട്ടുള്ള മാതൃഹൃദയം മാതാവായിട്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ജീവിയാണോ എല്ലാം മക്കളോട് സ്നേഹം വാത്സല്യമുണ്ട്. അല്ലാഹു തആല അത് വേണ്ടതുപോലെ അറിയാനും ജീവിതത്തിൽ പകർത്താനും പടർത്താനും ജീവിതത്തിൽ പരിശ്രമത്തോടെ മുന്നോട്ട് പോകാനും നാഥനായ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി മുസ്തഫ മുഹമ്മദ്. ഒരൊറ്റ വിഷയം കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പോയിന്റ് പറഞ്ഞു. മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അതുകൂടി ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കാം. അറിയണം, ജപ്പാൻ മേഡ് ഇൻ ജപ്പാൻ എന്ന് കേട്ടാൽ തിരിഞ്ഞു നോക്കൂല, നമ്മൾ ആ സാധനം വാങ്ങി കൈവെക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജപ്പാനിലെ പിടിച്ചു കുലുക്കിയ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. മാതാക്കളോട് സ്നേഹമുള്ളവര് കേൾക്കാതെ ചരിക്കാൻ. ആ ജപ്പാനിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ആ ജപ്പാനിൽ ഭൂകമ്പത്തിൽ പല വീടുകളും കെട്ടിട സമുച്ചയങ്ങളും തകർന്ന് തരിപ്പണമായ അവിടെയുള്ള രക്ഷാപ്രവർത്തകർ ഓടി നടക്കുക. ആ ജീവന്റെ തുടിപ്പ് എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടോ, അനക്കമുണ്ടോ, അവിടെ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ ഓടി 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 രക്ഷാപ്രവർത്തകർ ഇങ്ങനെ നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഒരു ചെറിയ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ആ ചെറിയ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുമ്പോൾ ആ വീട്ടിന്റെ പരിസരമൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഒരു മാതാവ്, ഒരു സ്ത്രീ അതാ സുജൂദിൽ കിടക്കുന്നത് പോലെ, സുജൂദിൽ കിടക്കുന്ന രൂപത്തിൽ കിടക്കുന്നു.
ജപ്പാനിലെ ഭൂകമ്പത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ സ്വന്തം ശരീരം നോക്കുമ്പോൾ തകർന്നിട്ടുണ്ട്, തല തരിപ്പണമായിട്ടുണ്ട്, പുറം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇഷ്ടിക കൂട്ടങ്ങളും തൂണുകളും ശരീരത്തേക്ക് വന്ന് പതിച്ചിട്ടും ആ എല്ലുകൾ അങ്ങനെ തന്നെ ഒടിഞ്ഞിരിക്കുന്നു. രൂപം എന്തായിരുന്നാലും ജീവന്റെ അംശം പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ രക്ഷാപ്രവർത്തകർ തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ കണ്ണിൽ ഒരു വിഷയം മുടക്കുന്നു. ആ സ്ത്രീയുടെ കൈ അകത്തേക്കിരിക്കുന്നു. എന്തോ ഒന്നിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, എന്തോ ഒന്നിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ആ രക്ഷാപ്രവർത്തകർ തിരിച്ചു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രക്ഷാപ്രവർത്തകർ തിരിച്ചു വന്ന് ആ കയ്യൊന്ന് മാറ്റി നോക്കുമ്പോൾ മാർദ്ദവമുള്ള ഒരു കമ്പിളിയിൽ പൊതിഞ്ഞ 3 മാസം പ്രായമുള്ള ചോരക്കുഞ്ഞ് ഒന്നും അറിയാതെ ഉറങ്ങുകയാ. 3 മാസം പ്രായമുള്ള ചോരക്കുഞ്ഞ്, ഉമ്മാന്റെ ശരീരം, അമ്മയുടെ ശരീരം, മാതാവിന്റെ ശരീരം ധരിപ്പണമായിട്ടും പൊന്നുമോനെ നീ അറിഞ്ഞില്ലോ സ്നേഹത്തണലോ ഉമ്മ, സ്നേഹത്തണലോ ഉമ്മ. അത്രയും വലിയ ഹൃദയമുള്ള ലോകത്തിലൊരു പടപ്പില്ല എന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സിലാക്കിക്കോ. ആ കുഞ്ഞിനെ അവരെടുക്കുമ്പോൾ, ആ കമ്പിളി മാറ്റി നോക്കുമ്പോൾ, ആ കമ്പിളിയുടെ അടിയിൽ അതാ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുകയാ. ആ മൊബൈൽ ഫോണിൽ അതാ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാണുകയാ. ആ ടെക്സ്റ്റ് മെസ്സേജ് വായിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ആളുകളും അറിഞ്ഞു, ഇപ്പോൾ കേൾക്കുന്നവർ അറിഞ്ഞോ, പിന്നീട് സീഡികളായിട്ട് ആരെങ്കിലും കാണുന്നവരൊന്ന് ചിന്തിച്ചോ. പ്രിയപ്പെട്ടവര്, പ്രഹസനത്തിന് വേണ്ടിയിട്ടല്ല, എവിടെ നിന്ന് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സന്ദർഭത്തിലാ ഈ വിനീതന്റെ ശബ്ദം നിങ്ങൾ അല്ലാഹു അനുവദിച്ചാൽ കേൾക്കുന്നതെങ്കിൽ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയോ. ആ ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് വായിച്ചപ്പോൾ ആ ഒരു ലഫ്ളുണ്ടല്ലോ, ആ ഒരു പദമുണ്ടല്ലോ, അതാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് സമ്മാനമായി തരാനുള്ള. ആ ജപ്പാനിലെ ഭൂകമ്പത്തിലെ ശരീരത്തിന്റെ പ്രയാസങ്ങളും ജീവനും തുടിച്ച് ജീവൻ തുടിക്കുന്ന ആ ശരീരത്തിൽ വന്നപ്പെട്ട പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഗണിക്കാതെ സ്വന്തം നൊന്തുവച്ച കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് അതേ ശരീരം കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് പരിരക്ഷിച്ച ആ കുഞ്ഞിനോടൊപ്പം ഇരുന്ന ആ മൊബൈൽ ഫോണിന്റെ ടെക്സ്റ്റ് മെസ്സേജ് അറിയണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിൽ കുറിച്ചിടുകയായിട്ട് you can survive, you must remember that I love you, I love you, I love you. If you can survive, you must remember that I love you. പൊന്നുമോനെ, നീ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടൂലെന്ന് ഉറപ്പാ. കാരണം നിനക്ക് വേണ്ടിയിട്ട് ഞാനിതാ മരിക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത്രയും സഹനം സഹിച്ചുകൊണ്ട് എന്റെ ജീവൻ പോലും ഞാൻ മാറ്റിവെച്ചുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തുമ്പോൾ നീ രക്ഷപ്പെട്ടാൽ, if you can survive, നീ ഇതിനെ അതിജയിച്ചു കഴിഞ്ഞാൽ നീ ഓർക്കണം, you must remember, നിർബന്ധമായിട്ടും നീ ഓർക്കണം, that I love you. എനിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് നീ അറിയണമെന്ന മാതാവ് കുറിച്ചു വെച്ചുകൊണ്ടാണ് ഈ പൊന്നോമനെ രക്ഷപ്പെടുത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ മാതൃഹൃദയത്തിന് പകരം വെക്കാൻ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? അല്ലാഹു വേണ്ടതുപോലെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാഹ്, നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. നാളെ പരലോകത്ത് പരിശുദ്ധ സ്വർഗം കിട്ടുന്നതിന് കാരണമായി പ്രിയപ്പെട്ട ഉമ്മയോട്, വിശിഷ്യ ഉമ്മയോട്, മാതാപിതാക്കളോട് വർദ്ധിക്കാനുള്ള ആത്മീയമായ അവബോധം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരാമർശം കൂടി പറയുന്നു, മരിച്ചുപോയ മാതാപിതാക്കൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗുരുത്തക്കേട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പരിഗണിക്കാൻ പറ്റൂല. ആ ഒരു പരിഗണന കിട്ടൂല എങ്കിലും ചെറിയൊരു ആശ്വാസം. സുഖില അനിൽ വാലിദൈനി ഇദാ മാതാ സാഖിതൈനി അലൽ വലദി ഹൽ യുംകിനു അൻ യുർദിഹിമാ ബഅദ വഫാതിഹിമാ. എന്തെങ്കിലും അവരോട് വിഷമമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം നീ നടത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവർ മരിച്ചുപോയാൽ
എന്തെങ്കിലും വിഷയം പറ്റുമോ എന്ന് പരിഗണിക്കാൻ പറ്റുമോ? പറയപ്പെടുന്നു മൂന്ന് വിഷയങ്ങളെ നീ പരിഗണിക്കൽ നിർബന്ധമാണ്. ഒന്നാമത്തത് ആദ്യമായിട്ട് നീ നന്നാവണം. നിന്റെ ശരീരമല്ല നന്നാവേണ്ടത്, നിന്റെ മനസ്സ് നന്നാവണം, നിന്റെ പ്രവർത്തനം നന്നാവണം. നീ അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി മാറണം. ഒന്നാമത്തെ ഉടമ്പടിയാ, ഒന്നാമത്തെ വിഷയമാണ് അയ്യകൂന സാലിഹ. രണ്ടാമത്തത് അയ്യസ്ല ഖറാബതഹുമാ വഅസ്ദിഖാഹുമാ. ആ മാതാവല്ലേ മരണപ്പെട്ടു പോയിട്ടുള്ളൂ, ആ പിതാവല്ലേ മരണപ്പെട്ടു പോയിട്ടുള്ളൂ, അവരുടെ കുടുംബക്കാരിപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവരുടെ കൂട്ടുകാരിപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവരുമായിട്ട് ബന്ധം പുലർത്തിയ പലരും നിലനിൽക്കുന്നുണ്ട്. അവരോട് മാന്യമായി നീ വർത്തിച്ചോ, അവരുടെ കുടുംബക്കാരോട് കുടുംബബന്ധം ചേർത്തോ, അവരുടെ കൂട്ടുകാരോട് നീ നല്ല നിലക്ക് വർത്തിച്ചോ. മരിച്ചാലും അവരോടുള്ള കടമ തീരൂല. നമ്മൾ മരിക്കുന്നത് വരെയുള്ള കടമയാണ്. മാതാപിതാക്കളും മരിച്ചാലും അവരോടുള്ള കടമ തീരൂല. അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടോന് മറന്നു പോകല്ലേ. അവർക്ക് വേണ്ടിയിട്ട് നീ എപ്പം പ്രാർത്ഥിച്ചാലും നിന്റെ ആവശ്യമാകട്ടെ, നിന്റെ മക്കളുടെ ആവശ്യമാകട്ടെ, നിന്റെ ഭാര്യയുടെ ആവശ്യമാകട്ടെ, നീ എപ്പം നീ ഉയർത്തിയാലും നിന്റെ മാതാവിന് വേണ്ടി നീ ഒന്ന് ദ്വാരക്കണേ പൊന്നുമോന്. നിന്റെ പിതാവ് ഖബറിലാ, നീ ഒന്ന് ദ്വാരക്കണേ പൊന്നുമോളെ. പോരാവയതസദ്ദഖുലഹുമാ, അവരുടെ ഖബറിലേക്ക് ഒരു തണലും തണുപ്പും കിട്ടാൻ വേണ്ടി നീ ദാനധർമ്മം ചെയ്യണേ, അവർക്കൊന്ന് സദഖ ചെയ്യണേ, അവരുടെ ഖബറിലേക്ക് ഒരു ഹദിയ ചെയ്തുകൊണ്ട് നീ നിയത്ത് ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയം ഗൗരവമാണ്. അതുകൊണ്ട് ശിഷ്ട സമയങ്ങളിൽ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊരുത്തം, ഉമ്മാന്റെ സന്തോഷം, ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുന്ന നല്ലൊരു സന്തോഷ സമയം, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചോ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പറച്ചിലും കേൾക്കലും നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ പൊരുത്തപ്പെടണേ അല്ലാ. പ്രവാചകനോട് പ്രണയം പ്രവാചകനോടെന്ന സദസ്സിൽ പറയാം. അതുപോലെ അടുത്ത് ചെറിയങ്കിഴിനടുത്ത് ചെറിയങ്കിഴിയല്ല, വള്ളക്കടവില് മഹലിന്റെ അടുത്തൊരു പ്രഭാഷണം, ആ മഹലിന്റെ പരിധിയിൽ ഒരു പ്രഭാഷണം, ധാരാളം പ്രവാചക പ്രേമികളെ കൊണ്ട് നിബിഡമായ സദസ്സ്, സ്വലാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഭാഷണമായിരുന്നു. അവിടെ നിന്ന് ഒരു സഹോദരനോട് പറഞ്ഞു, ഫോൺ ചെയ്ത് പറഞ്ഞു, 1 കോടി സ്വലാത്ത് ചെല്ലാൻ ഞാൻ നിയത്താക്കിയിട്ടുണ്ട്, അത് ചൊല്ലിത്തീർക്കാൻ ദ്വാരക്കണം. എത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഹബീബിനെ കാണാൻ വേണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ എൻ്റെ പരിചയത്തിൽ തന്നെ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ പരിസര നാടുകളിൽ ഉൾപ്പെടെ പലരുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെണ്ണന്മാരെ, ഹബീബിനെ കാണാനുള്ള കണ്ണു വേണ്ടേ? എപ്പോഴും മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള മുബാറക്കായ സമയത്ത് ഹറാമിയത്തിങ്ങനെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നാൽ ആ കണ്ണുകൊണ്ട് മുത്തിനെ കാണാൻ പറ്റുമോ? മഹദിമാരുടെ കൈപിടിക്കാൻ പറ്റുമോ? ഹറാമിയത്ത് കാണാൻ വേണ്ടി ആ സീരിയലിലെ ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാഞ്ചാട്ടം നടത്തിക്കൊണ്ട് ആ കരങ്ങളിൽ തസ്ബീഹ് മാലയ്ക്ക് പകരം റിമോട്ട് കൺട്രോൾ നീ കരുതി വെച്ചാൽ പ്രിയപ്പെട്ട ഉമ്മ, പെങ്ങളെ, സഹോദരിമാരെ, ആ കരങ്ങൾ കൊണ്ട് മഹദിമാരുടെ കരം കവരാൻ പറ്റുമോ? ഖദീജ ബീവിയുടെ കൈപിടിക്കാൻ പറ്റുമോ? ഫാത്തിമ ബീവിയുടെ കൈപിടിക്കാൻ പറ്റുമോ? ആസിയ ബീവിയെ കാണാൻ പറ്റുമോ? അല്ലാഹു തആല എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. അതുകൊണ്ട് അനുരാഗം അകത്തളത്തിൽ നല്ലതുപോലെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഉറച്ച ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദ്ഹ് ഞാൻ കൂടുതൽ ചൊല്ലുന്നില്ല. 2 വരികൾ ഞാൻ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പടച്ചവന്റെ തൃപ്തിയിലാക്കി തീരുമാറാകട്ടെ. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فوق النبيين في
خلق وفي خلق ولم يدانه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم هو الحبيب الذي ترجى شفاعته هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह बोलो हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह कभी तो सब्ज़ गुंबद का नज़ारा हम भी देखेंगे कभी तो सब्ज़ गुंबद का नज़ारा हम भी देखेंगे हमें बुलवाएंगे आका मदीना हम भी देखेंगे हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना अल्लाह हमको बुलाना या हबीब अल्लाह रब्बना या रब्बना 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 مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم كلهم سعد سعيد زبيد طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله 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 يا سيدي ارحم لنا يا سيدي ارحم لنا يا سيدي
لنا يا سيدي ارحم لنا الله 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين يا الله الملك الجبار يا الله نادنا يا الله ونمستنا يا الله സർവാദി നാഥനായ അല്ലാഹ് ഞങ്ങളുടെ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ് നീ പൊരുത്തപ്പെടണേ അല്ലാഹ് നീ തൃപ്തിപ്പെടണേ അല്ലാഹ് പോരായ്മകൾ നീ പരിഹരിച്ചു നൽകണേ അല്ലാഹ് പടച്ചവനെ എല്ലാ നിരക്കും കബൂലാക്കണേ അല്ലാഹ് ഈ പാതിരാ സമയത്ത് നിന്റെ